So good morning. നിങ്ങൾക്കെല്ലാം കേൾക്കാമല്ലോ ഞാൻ പറയുന്നത്? കേൾക്കാം സർ. ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് പുതിയ ഒരു സബ്ജക്റ്റ് നോക്കാം. സബ്ജക്റ്റിന്റെ പേര് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ എന്നാണ്. ഈ സബ്ജക്റ്റിന് ചില പ്രത്യേകതകളുണ്ട്. ആദ്യം അതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. കാരണം ഇതിനകത്ത് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് 50-50, അതായത് 50% തിയറിയും 50% ന്യൂമറിക്കൽ പ്രോബ്ലംസും ഉള്ള ഒരു സബ്ജക്റ്റാണ്. അതിൽ തന്നെ പ്രത്യേകം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തിയറി ഏരിയാസിലും ഇത് നമ്മൾ കമ്പൈൻ ചെയ്ത് കളയും. അവർ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ചില ഏരിയാസ്, അല്പം ഏരിയാസ് തിയറിയും അല്പം ഏരിയാസ് ന്യൂമറിക്കൽ പ്രോബ്ലംസും ഉള്ള ഒരു ഏരിയ ആണ് ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിലുള്ളത്. അപ്പോൾ നമുക്ക് തിയറി എഴുതാൻ അറിയണം, നല്ലതുപോലെ അത് എഴുതാൻ അറിയണം. കേസ് സ്റ്റഡീസ് ആയിട്ടായിരിക്കും മിക്കവാറും ഇത് കിട്ടുന്നത്. ഇത് കേസ് സ്റ്റഡീസ് ആവുമ്പോൾ കേസ് അനലൈസ് ചെയ്യുന്ന രീതിയും നമുക്ക് അറിയേണ്ടി വരും. ഈ കേസ് സ്റ്റഡീസ് എന്താണെന്നും കേസ് അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും നമുക്ക് ആ പ്രോബ്ലംസ് എത്തുമ്പോൾ നോക്കാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണ് ഇത് ഉത്തരം എഴുതേണ്ടതെന്ന്. അപ്പം ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ പോകേണ്ടത്. കാര്യം കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ആൻസേഴ്സ് എഴുതാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇത് പ്രോബ്ലം മാത്രമാണെന്ന് വിചാരിച്ചിരിക്കരുത്. ഏതാണ്ട് 50-50 അല്ലെങ്കിൽ ഏതാണ്ട് 55-45 തിയറിയും ന്യൂമറിക്കൽ പ്രോബ്ലംസും തമ്മിൽ ആ റേഷ്യോയിൽ പോകാൻ സാധ്യതയുള്ള ഒരു പേപ്പറാണിത്. അതുകൊണ്ട് തിയറി നമ്മൾ വായിച്ചിരിക്കണം, തിയറിയുടെ ഏരിയാസും മനസ്സിലാക്കിയിരിക്കണം. ഇതിനകത്ത് തിയറി എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ തിയറി അല്ല, ഇതിനകത്ത് പല മോഡൽസ് നമ്മൾ പഠിക്കും. പല മോഡൽസിൻ്റെയും ആപ്ലിക്കേഷൻ ആണ് ഇവിടെ വരാൻ പോകുന്നത്. അതായത് ചില സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ചില മോഡൽസുകളുണ്ട്. ആ മോഡൽസ് പഠിച്ചതിന് ശേഷം ആ മോഡൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാനുള്ള സ്കില്ലാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം, ഈ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾ IPCCയിൽ പഠിച്ച 2 പേപ്പറുകളുടെ ബേസിക് നോളജ് ഇവിടെ വേണ്ടി വരും. ഒന്ന് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് IPCCയിൽ, അതിന്റെ തിയറി ആയിട്ട് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അവിടെ പഠിച്ചിരുന്ന പല മോഡൽസിന്റെ ആപ്ലിക്കേഷൻ ഇവിടെ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ പഠിച്ചിരുന്ന പല മോഡൽ, പോർട്ടേഴ്സ് അനാലിസിസ്, പോർട്ടേഴ്സ് 4 ഫോഴ്സസ് 5 ഫോഴ്സസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വാല്യൂ ചെയിൻ മാനേജ്മെന്റ്, ഇങ്ങനെ പല മോഡലുകൾ നമ്മൾ അവിടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾ കാണും. ആപ്ലിക്കേഷൻ കാണുമ്പോൾ നമ്മളിവിടെ മോഡൽ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ആ മോഡലിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും അതൊരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ ആ സിറ്റുവേഷൻ തരുമ്പോൾ ഏത് മോഡലാണ് നോക്കേണ്ടതെന്നും ആ മോഡൽ അനുസരിച്ച് എങ്ങനെ ഉത്തരം എഴുതണമെന്നും നമുക്കിവിടെ പഠിക്കേണ്ടി വരും. അപ്പോൾ അത് ഒരു സബ്ജക്റ്റാണ്. IPCCയിൽ നിന്ന് മുന്നോട്ട് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ പഠിച്ചിരുന്ന പല കാര്യങ്ങളും ഇവിടെ വീണ്ടും നമ്മൾ റീവിസിറ്റ് ചെയ്യും. റീവിസിറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് അത് എന്തിനു വേണ്ടി പഠിച്ചു എന്നൊക്കെ അറിയത്തില്ല, അല്ലെങ്കിൽ അത് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഇതിന്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യും എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അവിടെ പഠിച്ച പല മോഡലുകളും റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ടോപ്പ് മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുമ്പോൾ ആ മോഡൽസ് ഉപയോഗിച്ച് എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളത് നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. പിന്നീടുള്ള ഒരു സബ്ജക്റ്റ് IPCCയിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതും ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതും കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്.
കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പല കാര്യങ്ങളും ഇവിടെ വരുന്നുവെങ്കിലും പ്രധാനമായിട്ട് നിങ്ങൾ IPCC പഠിച്ച 2 ചാപ്റ്റർ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഒന്ന് മാർജിനൽ കോസ്റ്റിംഗ്, 2 സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗിന്റെയും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെയും ആപ്ലിക്കേഷൻ ഇവിടെ കാണും. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെയും കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അതായത് മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസ്, ഓവർഹെഡ് വേരിയൻസ്. നമ്മൾ അവിടെ നിന്ന് മാറി അല്പം കൂടെ അഡ്വാൻസ്ഡ് വേരിയൻസുകളാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. പക്ഷെ ആ ബേസിക് വേരിയൻസുകളുടെ നോളജ് നമുക്ക് വേണ്ടി വരും. അപ്പൊ ഇവിടെ ആ നോളജ് മാത്രമല്ല, ഇവിടെ വീണ്ടും വരുന്ന കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഒരു വേരിയൻസ് കണ്ടുപിടിച്ചാൽ ആ വേരിയൻസ് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒക്കുന്നത്, ആ വേരിയൻസ് വെച്ച് എങ്ങനെ നമുക്ക് ഡിസിഷൻസ് എടുക്കാം എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് കൂടുതൽ അറിയേണ്ടി വരും ഇവിടെ. അപ്പൊ ഇവിടെ മെയിനായിട്ട് ഈ 2 സബ്ജക്റ്റുകളുടെ നോളജ് നിങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബേസിക് ആയിട്ടുള്ള നോളജ് വേണം. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെയും നമ്മൾ പഠിച്ച സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെയും ബേസിക് നോളജ് ഇവിടെയും വേണ്ടി വരും. ഇല്ലെങ്കിൽ അത്ര കുഴപ്പമില്ല. പക്ഷെ എന്നാലും ആ മാർജിനൽ കോസ്റ്റിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കൊള്ളണം. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അവസാനമേ വരുന്നുള്ളൂ. അപ്പൊ ഈ 2 കാര്യങ്ങൾ, പിന്നെ കോസ്റ്റിനെ കുറിച്ചുള്ള ചില ബേസിക് ആയിട്ടുള്ള നോളജുകളും നമുക്ക് വേണം. ഇതിനെ ബേസ് ചെയ്താണ് ഈ സബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഒന്ന്, ഈ സബ്ജക്റ്റ് തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് കേസ് സ്റ്റഡി എന്ന മട്ടിലാണ്. കേസ് സ്റ്റഡിയുടെ മട്ടിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന്റെ അനാലിസിസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അതൊന്ന്. രണ്ടാമത്തത്, IPCCയിൽ നിങ്ങൾ പഠിച്ചിരുന്ന 2 സബ്ജക്റ്റുകളുടെ കണ്ടിന്യൂവേഷൻ ആണ് ഈ സബ്ജക്റ്റിലേക്ക് കാണുന്നത്. ആ 2 സബ്ജക്റ്റ്, ഒന്ന് സ്ട്രാറ്റജിക് മാനേജ്മെന്റും 2 കോസ്റ്റ് അക്കൗണ്ടിങ്ങും. ഈ 2 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഈ സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ സബ്ജക്റ്റിന് തന്നെ, ഈ സബ്ജക്റ്റിന്റെ പേര് തന്നെ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ്, അല്ലെങ്കിൽ ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ, SCM ആൻഡ് PE, സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് PE എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തന്നെ 4 ഭാഗങ്ങളുണ്ട്. ഈ സബ്ജക്റ്റ് പഠിച്ചു തീർക്കാൻ നമുക്ക് 4 ഭാഗമായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഭാഗം സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ്. ഇതൊരു പാർട്ടാണ്. എന്താണ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്നൊക്കെ നോക്കാം. രണ്ടാമത്തെ ഭാഗം ഇതിന്റെ കൂടെ തന്നെ ഉള്ളത് ഡിസിഷൻ മേക്കിംഗ് ആണ്. മൂന്നാമത്തെ ഭാഗം പെർഫോമൻസ് ഇവാലുവേഷൻ. നാലാമത്തെ ഭാഗം കൺട്രോൾ. ഈ 4 ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 12 ചാപ്റ്ററിലായിട്ട് ഈ 4 ഭാഗങ്ങൾ നമ്മൾ പഠിക്കും. സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, പെർഫോമൻസ് ഇവാലുവേഷൻ, കൺട്രോൾ. ഈ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ പഠിക്കുന്ന പല മോഡലുകളുടെയും ഉപയോഗം വരാൻ പോകുന്ന ഈ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റിലാണ്. ആ മോഡൽസ് എടുത്തതിന് ശേഷം ആ മോഡൽസ് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റിൽ വരുന്നത്. ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത് മെയിൻ ആയിട്ട് മാർജിനൽ കോസ്റ്റിങ്ങും പ്രൈസിങ് ഡിസിഷൻസുമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാർജിനൽ കോസ്റ്റിംഗിന്റെ ആപ്ലിക്കേഷൻസും ബാക്കിയുള്ള ഡിസിഷൻ മേക്കിങ്ങിന്റെ ഏരിയാസുമാണ് ഇവിടെ വരുന്നത്. പെർഫോമൻസ് ഇവാലുവേഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഏരിയാസ് എന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പെർഫോമൻസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് P&L അക്കൗണ്ടാണ്. ഇവിടെ നമ്മൾ പെർഫോമൻസ് ഇവാലുവേഷന് വേണ്ടി P&L അക്കൗണ്ട് അല്ല ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ വേറെ ചില കാര്യങ്ങൾ ഉപയോഗിക്കും. ഒന്ന്, എക്കണോമിക് വാല്യൂ ആഡഡ്, EVA, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, ROCE,
പിന്നെ ബാലൻസ് സ്കോർ കാർഡ് BSS. ഇതേപോലത്തെ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പെർഫോമൻസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് P&L അക്കൗണ്ടാണ്. ഒരു മിനിറ്റ്. പെർഫോമൻസ് ഇവാലുവേഷനിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ പുതിയ രീതികളാണ് ഇവിടെ നോക്കുന്നത്. പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പുതിയ മെത്തഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ യു ഗെറ്റ് ടു നോ ആ മെത്തഡ്സിനെ കുറിച്ച് ഇവിടെ പഠിക്കും. പിന്നെ കൺട്രോളിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ബഡ്ജറ്ററി കൺട്രോളും, 2 സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും. ബഡ്ജറ്ററി കൺട്രോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ നോക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ. ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. പിന്നെ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് മോഡൽസ് ഇൻ കൺട്രോളിംഗ് ദ കോസ്റ്റ്. അതായത് SCMന്റെ ഏരിയയിൽ മെയിനായിട്ട് വരാൻ പോകുന്ന നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ പല മോഡൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 4 ഡിവിഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് കൂടുതൽ വരുന്ന ഏരിയാസ് ബഡ്ജറ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും അത് പ്രോബ്ലംസ് ആയിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോബ്ലം മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ പോരാ, അത് ഇന്റർപ്രറ്റ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അപ്പോൾ ബഡ്ജറ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും ഇതും പെർഫോമൻസ് ഇവാലുവേഷനിൽ EVA, ROCE ഇത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തഡ്സ് ആണ്. BSS എന്ന് പറയുന്നത് ബാലൻസ് സ്കോർ കാർഡ് എന്ന് പറയുന്ന ഒരു മെത്തഡ്, ഇതൊരു തിയറിയാണ്, ഇതൊരു മോഡലാണ്. അപ്പോൾ പെർഫോമൻസ് ഇവാലുവേഷൻ മുഴുവനും ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം അല്ല. അതിനകത്ത് ഫിനാൻഷ്യൽ പെർഫോമൻസ് അല്ലാത്ത കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള രീതി, അതിന് ബാലൻസ് സ്കോർ കാർഡ് എന്നൊരു മെത്തഡുണ്ട്, അത് നമ്മൾ പഠിക്കും. ഡിസിഷൻ മേക്കിങ്ങിൽ പലപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് മെത്തഡ് ആയിരിക്കും. അപ്പം ഈ ഡിസിഷൻ മേക്കിംഗ് ഏരിയയും കൺട്രോൾ ഏരിയയും നമുക്ക് പലപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലംസ് കിട്ടും. ബാക്കിയുള്ളതിൽ നമുക്ക് തിയറിയും ഉണ്ട്, അല്പം ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലംസ് കിട്ടും. പെർഫോമൻസ് ഇവാലുവേഷനിൽ ഈ ഏരിയയിൽ നിന്ന് വരെയാണ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തഡ്സ് ആയിരിക്കും, പക്ഷെ അവിടെയും തിയറിയുടെ ആപ്ലിക്കേഷൻ വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തിയറിയും ക്വാണ്ടിറ്റേറ്റീവ് മെത്തഡും രണ്ടും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. തിയറി ഉഴപ്പരുത്. തിയറിയെക്കുറിച്ച് നമുക്ക് വായിച്ചിരിക്കണം. തിയറി ചുമ്മാ വായിച്ചുകൊണ്ട് പോയ കാര്യമില്ല. ആ തിയറിറ്റിക്കൽ നോളജ് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്നും നമുക്കറിയണം. അത് ക്വസ്റ്റ്യൻ അല്പം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് വരത്തുള്ളൂ. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ സബ്ജക്റ്റ് അല്പം ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടാൻ ഒക്കുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏരിയാസ്. ഈ 4 ഡിവിഷൻസ് ഉണ്ട്: സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, പ്രൈസിംഗ് ആൻഡ് കൺട്രോൾ. ഇതില് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് തന്നെ നമ്മൾ മെയിനായിട്ട് നോക്കും. പിന്നീട് നിങ്ങൾക്ക് തന്നിട്ടുള്ള RTPs നമുക്ക് നോക്കേണ്ടി വരും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ വേറെ അഡീഷണൽ പ്രോബ്ലംസ് ഉള്ള സ്ഥലത്ത് ഞാൻ അഡീഷണൽ പ്രോബ്ലംസ് ഞാൻ എടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സസ് 3 ദിവസം വേണ്ടി ഞാൻ 3 ദിവസം എടുക്കാമെന്ന് വിചാരിക്കുക. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേസ്.
7 to 9 എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും സമയം കൂടുതൽ വേണ്ടി വരും എന്ന് തോന്നിയാൽ അതനുസരിച്ച് ഞാൻ ആ സമയം കൂടുതൽ എടുക്കാം. മാർച്ച് 31-നകം മാർച്ച് 31 കൊണ്ട് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ പർട്ടിക്കുലർ ഏരിയ അങ്ങനെയാണ് ഞാൻ 3 ദിവസം വേണമെന്ന് വിചാരിക്കുന്നത്. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേസ് 7 to 9 ടൈമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ വിൽ ഗെറ്റ് ഇൻ ടു ദ ഏരിയാസ്. ഇത് ആദ്യത്തെ ഞാൻ ഓരോരോ ഏരിയാസ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇത് പറയുന്നത് ഓരോ ഏരിയാസ് എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള തിയറികളും ആ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോവാം. കോസ്റ്റിങ്ങിനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കോസ്റ്റിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫിക്സ്ഡ് കോസ്റ്റ് എന്താണെന്നും വേരിയബിൾ കോസ്റ്റ് എന്താണെന്നും ഫിക്സ്ഡ് കോസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും വേരിയബിൾ കോസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ അതിന്റെ അക്കൗണ്ടിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ IPCC നിങ്ങൾ കോസ്റ്റിംഗ് പഠിച്ചപ്പോൾ, ഞാൻ അല്പം കോസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണ്. കോസ്റ്റിംഗ് IPCCയിൽ നിങ്ങൾ പഠിച്ചത് 2 പാർട്ടാണ് മെയിൻ ആയിട്ട് കോസ്റ്റിംഗ് പഠിച്ചത്. ഒന്ന് മെത്തഡ്സ് ഓഫ് കോസ്റ്റിംഗ്. IPCCയിൽ പഠിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് മെത്തഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ഈ മെത്തഡ്സ് ഓഫ് കോസ്റ്റിംഗ് നമുക്ക് ഇവിടെ ആവശ്യം വരുന്നില്ല. ഈ പേപ്പറിൽ മെത്തഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആവശ്യം വരുന്നില്ല. അതായത് മെത്തഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പഠിക്കുന്നത്, അതായത് പ്രോസസ് കോസ്റ്റിംഗ്, അതേപോലെ ഓപ്പറേഷൻ കോസ്റ്റിംഗ്, ഓപ്പറേഷണൽ കോസ്റ്റിംഗ്, ജോബ് ഓർഡർ കോസ്റ്റിംഗ്, അങ്ങനെ പഠിച്ചതൊക്കെയാണ് മെത്തഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മെത്തഡ്സ് ഓഫ് കോസ്റ്റിംഗ് നമുക്കിവിടെ ആവശ്യം വരുന്നില്ല. അതിന്റെ ആപ്ലിക്കേഷൻ ഇവിടെ വളരെ വളരെ ലിമിറ്റഡ് ആണ്, കൂടുതൽ വരുന്നില്ല. പിന്നെ നിങ്ങൾ പഠിച്ചത് കോസ്റ്റിംഗിൽ എലിമെന്റ്സ് ഓഫ് കോസ്റ്റിന്റെ ഡീറ്റെയിൽഡ് അക്കൗണ്ടിങ് ആണ്. എലിമെന്റ്സ് ഓഫ് കോസ്റ്റിന്റെ ഡീറ്റെയിൽഡ് അക്കൗണ്ടിങ് നിങ്ങൾ IPCCയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എലിമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയാമോ ആർക്കെങ്കിലും? എലിമെന്റ്സ് ഓഫ് കോസ്റ്റ് ആർക്കെങ്കിലും പറയാമോ? ഇതൊന്നും മറക്കരുത്. എലിമെന്റ്സ് ഓഫ് കോസ്റ്റ് ബേസിക് ആയിട്ട് 3 ആണ് ഉള്ളത്. ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. അല്ല എലിമെന്റ്സ് ഓഫ് കോസ്റ്റ്, കോസ്റ്റിന്റെ എലിമെന്റ്സ് എന്നാണ്. മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് കോസ്റ്റ്. റൈറ്റ്. മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്സ്, ഇതാണ് എലിമെന്റ്സ് ഓഫ് കോസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിച്ചോളണേ. മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്സ്, ഇതാണ് എലിമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ വരും ഈ കാര്യങ്ങൾ, അതായത് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്സ്. അതിൽ തന്നെ ഓവർഹെഡ് അക്കൗണ്ടിങ് വളരെ വളരെ പ്രധാനമായിട്ടിവിടെ വരും. കാരണം നമ്മൾ ഓവർഹെഡ് അക്കൗണ്ടിങ്ങിന്റെ വേറൊരു രീതി ഇവിടെ പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എലിമെന്റ്സ് ഓഫ് കോസ്റ്റിനെ കുറിച്ച് അറിയണം. അതായത് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. ഞാൻ അല്പം ഒന്ന് പറയുകയാണ്, ഓർമ്മയില്ലാത്തവർക്ക് ഒന്ന് പ്രത്യേകം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി. നമ്മൾ അവിടെ പഠിച്ചത് ഏതൊരു ഐറ്റം എടുത്താലും, അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റോ സർവീസോ, എസ്പെഷ്യലി പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ പ്രോഡക്റ്റിനകത്ത് 3 എലിമെന്റ്സ് ഉണ്ട്. ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റിനകത്ത് 1 മെറ്റീരിയൽ, 2 ലേബർ, 3 അതർ എക്സ്പെൻസ് നമുക്ക് പറയാം. മെറ്റീരിയൽ, ലേബർ, അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് മെറ്റീരിയൽ, ലേബർ, അതർ എക്സ്പെൻസസ് എന്ന് പറയുന്ന 3 എലിമെന്റ്സ് ആണ്. ഇതാണ് 3 എലിമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ്. എന്നിട്ട് നമ്മൾ അവിടെ ഈ മെറ്റീരിയലിനെയും ലേബറിനെയും അതർ എക്സ്പെൻസിനെയും നമ്മൾ ഒരു സെഗ്രിഗേഷൻ നടത്തിയിട്ടുണ്ട്. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് എന്ന്. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് എന്ന സെഗ്രിഗേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മെറ്റീരിയലിന്റെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ, ലേബറും ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ.
അതർ എക്സ്പെൻസസും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളത്? ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരുന്ന വാക്ക്, നമ്മൾ കോസ്റ്റിംഗിൽ പഠിച്ചപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഇതാണ്: ഒരു കോസ്റ്റ് സെന്ററിലേക്കോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ, കോസ്റ്റ് സെന്ററിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ ഒക്കുന്ന എക്സ്പെൻസുകളെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ. ഒരു കോസ്റ്റ് സെന്ററിലേക്കോ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ ഡയറക്റ്റ് ആയിട്ട് ട്രേസ് ചെയ്യാൻ ഒക്കുന്ന കോസ്റ്റുകളെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ ഒരു ഷർട്ട് തയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഷർട്ട് തയ്ക്കുകയാണെങ്കിൽ ആ ഷർട്ടിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, തുണി, അത് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. കാരണം അത് ഷർട്ട് എന്ന് പറയുന്നതാണ് കോസ്റ്റ് യൂണിറ്റ്. ഇവിടെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എ യൂണിറ്റ് ഇൻ വിച്ച് കോസ്റ്റ് ഇസ് എക്സ്പ്രസ്. ഇവിടെ ഷർട്ടിന്റെ യൂണിറ്റിലാണ്, ഒരു നമ്പറിലാണ് നമ്മൾ കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഷർട്ട് ഉണ്ടാക്കുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആ ഷർട്ടിന് ഉപയോഗിക്കുന്ന തുണി. 2 മീറ്റർ തുണി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ 2 മീറ്ററിന്റെ കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയും. ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് ആ ഷർട്ട് തുന്നാൻ വേണ്ടി അല്ലെങ്കിൽ തയ്ക്കാൻ വേണ്ടി ടൈലർ ഉണ്ടെങ്കിൽ ആ ടൈലറിന് കൊടുക്കുന്ന ശമ്പളം, ആ ഷർട്ടിന് വേണ്ടി കൊടുക്കുക, അത് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയും. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും അല്ലാത്തതായിട്ടുള്ള എക്സ്പെൻസുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ കോസ്റ്റ് സെന്ററിലേക്കോ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകളെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ എക്സ്പെൻസ് ആണ്. കോമൺ എക്സ്പെൻസ് ആണ്. ഈ കോമൺ എക്സ്പെൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ കോസ്റ്റ് സെന്ററിലേക്കോ അലോക്കേറ്റ് ചെയ്യാൻ ഒക്കാത്തത് തന്നെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഷർട്ട് തയ്ക്കുമ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആ ഷർട്ട് തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനിൽ നമ്മൾ ചിലപ്പോൾ ഓയിൽ ഉപയോഗിക്കും, അതൊരു ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആയിരിക്കാം. അല്ല എങ്കിൽ ത്രെഡ് ഉപയോഗിക്കും. ത്രെഡൊക്കെ ഒരു ഷർട്ടിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന, ഒന്നിൽ കൂടുതൽ ഷർട്ടുകൾക്ക് ഉപയോഗിക്കും. അപ്പൊ ത്രെഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. ബട്ടൺസിന്റെ ഒക്കെ വില വളരെ കുറവാണ്. അപ്പം ബട്ടൺസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ 100 ബട്ടൺസ് ഒക്കെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. ആ 100 ബട്ടൺസിൽ 5 ബട്ടൺസ് മാത്രമായിരിക്കും ചിലപ്പോൾ ഷർട്ടിന് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു ഷർട്ടിലേക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ ഒക്കാത്ത ചില എക്സ്പെൻസുകളാണ്. ഇതിനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയും. ഇൻഡയറക്റ്റ് ലേബർ, ഇപ്പൊ ഒന്നിൽ കൂടുതൽ തയ്യൽക്കാരുണ്ടെങ്കിൽ ആ തയ്യൽക്കാരെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ശമ്പളം ഇൻഡയറക്റ്റ് ലേബറാണ്. കാരണം ആ സൂപ്പർവൈസർ ഒന്നിൽ കൂടുതൽ തയ്യൽക്കാരെ സൂപ്പർവൈസ് ചെയ്യണം, അതിന് വേണ്ടി അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത്, അതൊരു ഇൻഡയറക്റ്റ് ലേബറാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ആ മെഷീൻ നമ്മൾ കറണ്ടിലാണ് ഓടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മെഷീൻ ഓടിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, ഒരു ഷർട്ടിന് എത്ര ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് കണ്ടുപിടിക്കാൻ ഒക്കില്ല. അപ്പൊ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അപ്പൊ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതിനെല്ലാം കൂടെ പറഞ്ഞ ഒരു വാക്കാണ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഓവർ ഹെഡ്സ് എന്ന് പറയും. ശ്രദ്ധിച്ചോണം. ഇപ്പൊ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണെന്ന് നോക്കണം. ഡയറക്റ്റ് കോസ്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതിനെ മൂന്നും കൂടെ ചേർത്ത് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഈ കോസ്റ്റിന്റെ ഈ പർട്ടിക്കുലർ ബന്ധം നല്ലോണം ഒന്ന് ഓർത്തോണം. അതുകൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും പറയുന്നത്. ഇതിന്റെ ആവശ്യകത നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്
മൂന്നും കൂടെ ചേർന്ന് പ്രൈം കോസ്റ്റ് എന്ന് പറയും. ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ, ഇൻഡയറക്ട് എക്സ്പെൻസസ്, ഇതിനെ എല്ലാത്തിനും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേര് ഓവർ ഹെഡ്സ് എന്ന് പറയും. എല്ലാത്തിനും കൂടെ ചേർന്ന് ഒറ്റ പേര് പറയുന്നത് ഓവർ ഹെഡ്സ് എന്ന് പറയും. അപ്പൊ ഡയറക്ട് ഇൻഡയറക്ട് എന്ന് പറയുന്ന ഡിവിഷൻ വരുന്ന ശ്രദ്ധിക്കണം. ഡയറക്ട് ഇൻഡയറക്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു എക്സ്പെൻസ് ഡയറക്റ്റ് ആകണമെങ്കിൽ ഒരു കോസ്റ്റ് സെന്ററിലേക്കോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ ഡയറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്യാൻ ഒക്കുന്നതിനെയാണ് നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കോസ്റ്റ് സെന്റർ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. പക്ഷെ ഇപ്പൊ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. കോസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഇൻ വിച്ച് കോസ്റ്റ് ഇസ് എക്സ്പ്രസ്. കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്സിനെയാണ് കോസ്റ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഷർട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഓരോ ഷർട്ടിന്റെ നമ്മൾ വില പറയും, ഓരോ ഷർട്ടിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കും. ബ്രിക്സ് ആണെങ്കിൽ, ചുടുകല്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ 1000 ബ്രിക്സ് എന്ന് പറയും. സിമെന്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ടൺ അല്ലെങ്കിൽ 50 കിലോഗ്രാം എന്ന് പറയും. one sack of സിമെന്റ് എന്ന് പറയും. ബൈസിക്കിൾ ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറയും. കാറാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കാറാണെന്ന് പറയും. അപ്പൊ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന യൂണിറ്റ്സിനെയാണ് കോസ്റ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഇൻ കിലോസ്, ഇറ്റ് ക്യാൻ ബി ഇൻ ടൺസ്, ഇറ്റ് ക്യാൻ ബി ഇൻ ലിറ്റേഴ്സ്, ഇറ്റ് ക്യാൻ ബി ഇൻ നമ്പേഴ്സ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ യൂണിറ്റ്സ്. ചില സന്ദർഭങ്ങളിൽ കോസ്റ്റ് യൂണിറ്റ് 2 വാക്കുകൾ ചേർത്ത് പറയും. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിൽ കോസ്റ്റ് യൂണിറ്റ്സ് 2 വാക്കുകൾ ചേർത്ത് പറയാറുണ്ട്. അതിനെ നമ്മൾ കമ്പൈൻഡ് കോസ്റ്റ് യൂണിറ്റ്സ് എന്ന് പറയും. ഉദാഹരണത്തിന് ഒരു ബസ്സാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ പാസഞ്ചർ കിലോമീറ്റർ എന്ന് പറയും. ഒരു പാസഞ്ചറിനെ 1 കിലോമീറ്റർ ഓടിക്കാൻ കൊണ്ടുപോകാൻ. ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ടൺ കിലോമീറ്റേഴ്സ് എന്ന് പറയും. ഹോസ്പിറ്റലിലാണെങ്കിൽ പേഷ്യന്റ് ബെഡ്സ് എന്ന് പറയും. ഇത് കോസ്റ്റ് യൂണിറ്റ്സ്. അപ്പൊ കോസ്റ്റ് യൂണിറ്റ്സ് സർവീസ് സെക്ടറിൽ എപ്പോഴും കോസ്റ്റ് യൂണിറ്റ്സ് നമ്മൾ പറയുന്നത് ചിലപ്പോൾ കമ്പൈൻഡ് ആയിട്ടാണ്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് പറയും. ടെലികമ്മ്യൂണിക്കേഷനിലെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മിനിറ്റ്സ് ഓഫ് യൂസേജ് ആണ്. 1 മിനിറ്റിൽ നമ്മൾ 1 മിനിറ്റിൽ എത്ര ശമ്പളം അല്ലെങ്കിൽ എത്ര പൈസ നമ്മൾ ചാർജ് ചെയ്യണം. ചിലപ്പോൾ ഡാറ്റയെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. ടെലികോമിലൊക്കെ ഇലക്ട്രിസിറ്റിയിലെ കിലോ വാട്ട് അവർ ആണ് യൂണിറ്റ്സ്, കോസ്റ്റ് യൂണിറ്റ്. അപ്പൊ ഈ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ടേംസ് ദ യൂണിറ്റ് ഇൻ വിച്ച് കോസ്റ്റ് ഇസ് എക്സ്പ്രസ്. അപ്പൊ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ ഒക്കുമെങ്കിൽ അതിന് ഡയറക്ട് മെറ്റീരിയൽസ്, ഡയറക്ട് ലേബർ, ഡയറക്ട് എന്ന് പറയും. അതിനെല്ലാം കൂടി ചേർന്ന് പ്രൈം കോസ്റ്റ് എന്ന് പറയും. അങ്ങനെ ഡയറക്റ്റ് അസൈൻ ചെയ്യാൻ ഒക്കുന്നില്ല. നമ്മളൊരു കോമൺ പൂൾ നമ്മൾ ഇൻകർ ചെയ്തിട്ട് ആ കോമൺ പൂളിൽ നിന്ന് അസൈൻ ചെയ്തെടുക്കേണ്ടി വരും. അതിന് നമ്മൾ ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ, ഇൻഡയറക്ട് എക്സ്പെൻസ് പറയും. അതിനെല്ലാം കൂടി ചേർന്ന് ഓവർ ഹെഡ്സ് എന്ന് പറയും. എന്നിട്ട് നിങ്ങൾക്കറിയാം ഈ ഓവർ ഹെഡുകളെ അതായത് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ, ഇൻഡയറക്ട് എക്സ്പെൻസ്, ഈ ഓവർ ഹെഡുകളെ ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫംഗ്ഷണൽ ബേസ് ആയിട്ട്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്ത് ഫംഗ്ഷൻ ആണെന്ന് വെച്ചാൽ എന്ത് ഡ്യൂട്ടി, അപ്പൊ ഏത് കാര്യത്തിന് വേണ്ടിയാണ് ഓവർ ഹെഡ്. ഫംഗ്ഷണൽ ബേസ് ഡിവിഷൻ ആണ് ഓവർ ഹെഡ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫംഗ്ഷണൽ ബേസ് ആയിട്ട് ഓവർ ഹെഡ്സിനെ ഡിവൈഡ് ചെയ്യുന്നത് ഒന്ന് ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഇങ്ങനെ ഫംഗ്ഷൻ ബേസ് ആയിട്ട് നമ്മൾ ഓവർ ഹെഡ്സിനെ ഡിവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓവർ ഹെഡ്സിനെ പിന്നീട് ഡിവൈഡ് ചെയ്യുന്നത് ഫംഗ്ഷൻ വൈസ് ആയിട്ടാണ്. അത് ഏത് ഫംഗ്ഷന് വേണ്ടിയാണോ ആ ഓവർ ഹെഡ് ഇൻകർ ചെയ്തത്. ഫാക്ടറിയിൽ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫാക്ടറി ഓവർ ഹെഡ് എന്നോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എന്ന് പറയാറുണ്ട്. ഓഫീസിലാണ് ഇൻകർ ചെയ്യപ്പെടുന്നതെങ്കിൽ ആ ചെലവുകളെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് അല്ലെങ്കിൽ ഓഫീസ് ഓവർ ഹെഡ്സ് എന്ന് പറയും. സെല്ലിങ്ങിനോ ഡിസ്ട്രിബ്യൂഷനോ വേണ്ടിയാണ് നമ്മൾ ഇൻകർ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റിനെ അവിടെ ഡിവൈഡ് ചെയ്തത്. ഇപ്പൊ പ്രൈം കോസ്റ്റും ഓവർ ഹെഡ്സും. ഓവർ ഹെഡ്സിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തത് ഫാക്ടറി ഓവർ ഹെഡ് എന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്നും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് IPCCയിൽ. ഇത് നല്ലതുപോലെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ
കോൺസെപ്റ്റുകൾ ഒന്നും അറിയേണ്ട ആവശ്യം എന്ന് വെച്ചാൽ ചില നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ചില കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇപ്പോഴും. പിന്നീട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല, നമ്മൾ ഈ കോസ്റ്റുകളെ അതിന്റെ സ്വഭാവം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ബിഹേവിയർ അനുസരിച്ച് കോസ്റ്റുകളെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിക്സ്ഡ് എന്നും വേരിയബിൾ എന്നും സെമി ഫിക്സ്ഡ് ഓർ സെമി വേരിയബിൾ കോസ്റ്റ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും സെമി വേരിയബിൾ കോസ്റ്റ്, സെമി ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയാറുണ്ട്. ഇതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫിക്സ്ഡ് വേരിയബിൾ എന്ന് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഡിവിഷൻ, ഈ ഫിക്സ്ഡ് വേരിയബിൾ സെമി വേരിയബിൾ എന്ന് പറയുന്നത് ഈ ഡിവിഷൻ ഇസ് ബേസ്ഡ് അപ്പോൺ ദ വോളിയം മാറുന്നതനുസരിച്ച് കോസ്റ്റിന്റെ വ്യത്യാസം, കോസ്റ്റിന്റെ ബിഹേവിയർ അനുസരിച്ചാണ്. അത് വോളിയം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് മാറുന്നത്, യൂണിറ്റ്സ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് മാറുന്നതിനനുസൃതമായിട്ട് കോസ്റ്റ് മാറുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഫിക്സ്ഡ് വേരിയബിൾ സെമി വേരിയബിൾ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫിക്സ്ഡ് കോസ്റ്റിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫിക്സ്ഡ് കോസ്റ്റിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ശ്രദ്ധിച്ചോണം, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഓവർ എ വോളിയം. ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ചസ്. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ചസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ 100 യൂണിറ്റിന് വേണ്ടി ഒരു ഫിക്സ്ഡ് കോസ്റ്റിന് ഒരു എക്സാമ്പിൾ, ബേസിക് എക്സാമ്പിൾ റെന്റ് ആണ്. നമുക്ക് റെന്റ് ആയിട്ട് എടുക്കാം. ഒരു റൂം ഞാൻ റൂം റെന്റിന് എടുത്തിട്ട് പ്രോഡക്ട്സ് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ റൂമിന്റെ മാക്സിമം കപ്പാസിറ്റി 100 യൂണിറ്റ് വരെ ഉണ്ടാക്കാൻ നോക്കും ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു മാസം 100 യൂണിറ്റ് വരെ ഉണ്ടാക്കും. അപ്പോ 100 യൂണിറ്റ് വരെ ഉണ്ടാക്കിയാൽ ഒരു മുറി മതി എനിക്ക്. അപ്പോ റെന്റിന് 1000 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരു മാസത്തെ വാടക 1000 രൂപയാണെങ്കിൽ ഞാൻ 1 യൂണിറ്റ് ഉണ്ടാക്കിയാലും 1000 രൂപ കൊടുക്കണം, 1000 അല്ലെങ്കിൽ 100 യൂണിറ്റ് ഉണ്ടാക്കിയാലും 1000 രൂപ കൊടുക്കണം. അപ്പോ 1 യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റെന്റ് 1000 രൂപയാവും. 2 യൂണിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ പെർ യൂണിറ്റ് റെന്റ് 500 രൂപയാവും. കാരണം ഈ ഫിക്സ്ഡ് കോസ്റ്റ് ഗെറ്റ് സ്പ്രെഡ് ഓവർ ദ പ്രൊഡക്ഷൻ. അപ്പൊ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്, ബട്ട് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ചസ്. ഇതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞാൽ ഇറ്റ് ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഈ സ്വഭാവം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. വേരിയബിൾ കോസ്റ്റ് സ്വഭാവം എന്ന് വെച്ചാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ചസ് പ്രൊപ്പോർഷനലി വിത്ത് ഔട്ട്പുട്ട്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, but variable cost per unit remains constant. Variable cost per unit remains constant. ഈ സെമി വേരിയബിൾ കോസ്റ്റിനകത്ത് കുഴപ്പമില്ല. കാരണം സെമി വേരിയബിൾ കോസ്റ്റിനകത്ത് ഒരു പാർട്ട് ഫിക്സ്ഡ്, ഒരു പാർട്ട് വേരിയബിൾ ആണ്. ഒരു പാർട്ട് ഫിക്സ്ഡ് പാർട്ട് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്, വേരിയബിൾ കോസ്റ്റ് വിൽ ചേഞ്ച്. അതാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റിനെയും വേരിയബിൾ കോസ്റ്റിനെയും സ്വഭാവം ഇതാണ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ് over a volume of output, but fixed cost per unit will change inversely with the volume. Total variable cost will change with the change in output, but variable cost per unit remains constant. Okay, ഈ സ്വഭാവം ഓർത്തോണം. ഇത് വരുമ്പോൾ നമുക്ക് കുഴപ്പക്കാരനായിട്ട് വരാൻ പോകുന്ന ആരാണെന്ന് ചോദിച്ചാൽ, കുഴപ്പക്കാരൻ, നമ്മൾ കോസ്റ്റിംഗ് പഠിക്കുമ്പോൾ നമുക്ക് കുഴപ്പം ഉണ്ടാക്കാൻ പോകുന്ന ആള് ഫിക്സ്ഡ് കോസ്റ്റാണ്. ഇവന് അല്പം കുഴപ്പക്കാരനാണ്. ഇവൻ കുഴപ്പക്കാരൻ എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കോസ്റ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യം കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആണ്. അത് കുഴപ്പമില്ല. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആവും. ഈ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് മാറിക്കൊണ്ടിരിക്കും. ഔട്ട്പുട്ട് മാറുന്നതനുസരിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് മാറിക്കൊള്ളും. അപ്പൊ കോസ്റ്റ് കോൺസ്റ്റന്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ ഈ കോസ്റ്റ് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ നമുക്ക് അറിയേണ്ടത്. ഈ ഫിക്സ്ഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അതിനാണ് നിങ്ങൾ ഇൻവെന്ററി വാല്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻവെന്ററി വാല്യൂഷനിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്. ആ ഫിക്സ്ഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി നമ്മൾ നോർമൽ കപ്പാസിറ്റി എന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നോർമൽ കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്തായിരിക്കുമോ അതിനെ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് വിളിക്കും. അതായത് ഒരു ഓർഗനൈസേഷന്റെ നോർമൽ കപ്പാസിറ്റിയിലെ പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കിയിട്ട് ആ പ്രൊഡക്ഷനെ ബേസ് ചെയ്ത് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാവും. ഈ ഫിക്സ്ഡ് കോസ്റ്റിനകത്ത് ഒരു കുഴപ്പം ഈ ഒരു സംഗതി സംഭവിക്കുന്നുണ്ട്. ഈ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റിലേക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമായതുകൊണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്, നിങ്ങൾ അവിടെയും പഠിച്ചിട്ടുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് അക്കൗണ്ട് ചെയ്യുന്നത് പലപ്പോഴും ഫിക്സ്ഡ് കോസ്റ്റിന്റെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഈ ഫിക്സ്ഡ് കോസ്റ്റിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഓവർഹെഡ്സ് ആണ്. ഓവർഹെഡ് പലപ്പോഴും സെമി വേരിയബിൾ കോസ്റ്റ് ആണ്. അതിന്റെ ഒരു പാർട്ട് ചിലത് ഫിക്സ്ഡ് ആയിരിക്കും. മിക്കവാറും ചില ഏരിയാസ് ഫിക്സ്ഡ് ആണ്, ചില ഏരിയാസ് മാത്രമേ വേരിയബിൾ ആവൂ. അപ്പൊ ഈ ഓവർഹെഡ്സിനകത്താണ് ഈ ഫിക്സ്ഡ് കോസ്റ്റ് കയറി വരുന്നത്. ഓവർഹെഡ്സിനകത്താണ് ഫിക്സ്ഡ് കോസ്റ്റ് കയറി വരുന്നത്. അപ്പൊ ഈ ഫിക്സ്ഡ് കോസ്റ്റിന്റെ അക്കൗണ്ടിങ് ഓവർഹെഡിന്റെ അക്കൗണ്ടിങ്ങുമായിട്ട് കൂടിക്കലർന്ന് കണക്ട് ചെയ്യണം. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് എവിടെയാണ് നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചാൽ സാധാരണ രീതിയിൽ ഫിക്സ്ഡ് കോസ്റ്റ് കാണുന്നത് ഓവർഹെഡ്സിലാണ്. ഓർത്തോളം, ഫിക്സ്ഡ് കോസ്റ്റ് ഓവർഹെഡ്സിലാണ്. വേരിയബിൾ കോസ്റ്റും ഓവർഹെഡ്സിനകത്തുണ്ട്. ചില ഏരിയാസ് ചില ഓവർഹെഡ്സ് വേരിയബിളും ആണ്. പക്ഷെ ഫിക്സ്ഡ് കോസ്റ്റും ഓവർഹെഡ്സിനകത്തുണ്ട് എന്ന് നോക്കണം. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് പ്രീഡോമിനന്റ്ലി വേരിയബിൾ കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റ് പ്രീഡോമിനന്റ്ലി വേരിയബിൾ കോസ്റ്റ് ആണ് നോക്കുക. അത് ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസിൽ പ്രൈം കോസ്റ്റ് പ്രീഡോമിനന്റ്ലി വേരിയബിൾ കോസ്റ്റ് ആണ്. ഇപ്പൊ വേരിയബിൾ കോസ്റ്റ് സ്വഭാവമാണ് പ്രൈം കോസ്റ്റ് കാണിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രൈം കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോസ്റ്റ് എന്ന് അർത്ഥം. കാരണം പ്രൈം കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ആയതുകൊണ്ട് പ്രീഡോമിനന്റ്ലി ആണ്. ഞാൻ പറയുന്ന എല്ലാം ജനറലി ആണ്, എക്സെപ്ഷൻസ് ചിലടത്ത് വരാം. അപ്പൊ പ്രൈം കോസ്റ്റ് എന്ന് കേട്ടാൽ ഓർത്തോണം അത് വേരിയബിൾ കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റിനകത്ത് ഓവർഹെഡ്സിനകത്ത് ഫിക്സ്ഡ് കോസ്റ്റ് വരും. അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഓവർഹെഡിന്റെ അക്കൗണ്ടിങ് അല്പം കോംപ്ലിക്കേഷൻ ആണ്. എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ ഓവർഹെഡിന്റെ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്? ഓവർഹെഡിന്റെ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടോ? എത്ര മെത്തേഡ്സ് ഉണ്ട് ഓവർഹെഡ് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി എന്ന് ചോദിച്ചാൽ നേരായിട്ടും എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ. നിങ്ങളുടെ ഇപ്പോഴത്തെ സിലബസിലോ IPCസിൽ അത് ഉണ്ട്, രണ്ടാമത്തെ മെത്തേഡ് ഉണ്ട്. പക്ഷെ ആദ്യത്തെ എനിക്ക് നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ അതിനകത്ത് സംശയമാണ് എനിക്ക്. നിങ്ങൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പഠിച്ചിട്ടുണ്ടോ? ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് IPCസിൽ പഠിച്ചിട്ടുണ്ടോ? ആരും അനങ്ങുന്നില്ല. ഓർമ്മയില്ല. ഉണ്ട് സർ, സിലബസിലുണ്ട്. ABC കോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ സിലബസിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആദ്യത്തെ ഇതിൽ എനിക്ക് ഓർമ്മയില്ല ഉണ്ടോ ഇല്ലെന്ന്. ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഓവർഹെഡ് കോസ്റ്റിംഗിന്റെ ഒരു പാർട്ടാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ടി വരും. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് നിങ്ങൾക്ക് ചിലർക്ക് ഇന്റർവ്യൂ പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, ചിലർ അത് പഠിച്ചിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് വരും. അപ്പം കോസ്റ്റിംഗിലുള്ള 3 ഏരിയാസ് ഇവിടെ പഠിക്കേണ്ടത് നമ്മൾ IPCC ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യുന്ന 3 ഏരിയസ് ആണ്. 1 സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, 2 മാർജിനൽ കോസ്റ്റിംഗ്, 3 ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൽ വരികയാണ്. നമ്മൾ അവിടെ IPCCയിൽ ഓവർഹെഡ് അക്കൗണ്ടിങ് 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഒരു മെത്തേഡിൽ നമ്മൾ പഠിച്ച മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഓവർഹെഡ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണ്. ഇത് കാരണം നിങ്ങൾക്ക് ഇതിന്റെ നമ്മുടെ ഈ ചാപ്റ്റർ ഈ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്ത് വിടുകയാണ് ഞാനിത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻസ് വരും. ഇതിനകത്ത് നമ്മൾ ഓവർഹെഡ് കോസ്റ്റിംഗിന്റെ മെത്തേഡ് സ്റ്റെപ്സ് ഇതായിരുന്നു. നിങ്ങൾ ഓർത്തിരുന്നെങ്കിൽ, അതായത് ഒരു മെത്തേഡ് ഓവർഹെഡ് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി ആദ്യം അലോക്കേറ്റ് ചെയ്യണം.
ഓവർഹെഡ്സിനെ അലോക്കേറ്റ് ചെയ്യണം. ഓർ അപ്പോർഷൻമെന്റ്, അലോക്കേറ്റ് ചെയ്യുകയോ അപ്പോർഷൻ ചെയ്യുകയോ ചെയ്യണം ഓവർഹെഡ്സിനെ. അലോക്കേറ്റ് ചെയ്തും അപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓവർഹെഡ്സിനെ അബ്സോർബ് ചെയ്യണം. ഉപയോഗിക്കുന്ന വാക്കുകളും ശ്രദ്ധിച്ചോണം. ഓവർഹെഡ്സിനെ നമ്മൾ അബ്സോർബ് ചെയ്യും. ഈ അലോക്കേഷനും അപ്പോർഷൻമെന്റിനും വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന മെത്തഡാണ് ഓവർഹെഡ് അപ്പോർഷൻമെന്റ് ടേബിൾസ് പഠിക്കും. അത് പ്രൈമറി ടേബിളും ഉണ്ട്, സെക്കൻഡറി ടേബിളും ഉണ്ട്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ് എന്ന് പറയും. അപ്പോൾ ഓവർഹെഡ്സ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അപ്പൊ അലോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോസ്റ്റ് സെന്ററുകളിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ അലോക്കേറ്റ് ചെയ്യുകയോ അപ്പോർഷൻ ചെയ്യുകയോ ചെയ്യും. അലോക്കേഷനും അപ്പോർഷൻമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അലോക്കേറ്റ് ചെയ്താൽ നമ്മൾ ഒരു പർട്ടിക്കുലർ എക്സ്പെൻസിനെ മുഴുവനുമായിട്ട് ഒരു കോസ്റ്റ് സെന്ററിലേക്ക് കൊടുക്കുന്നതിനെയാണ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു എക്സ്പെൻസിനെ മുഴുവനായിട്ട് ഒരു കോസ്റ്റ് സെന്ററിലേക്ക് കൊടുക്കുന്നതിനെ അലോക്കേഷൻ എന്ന് പറയും. അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസിനെ ഒന്നിൽ കൂടുതൽ കോസ്റ്റ് സെന്ററിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പ്രക്രിയയെ അപ്പോർഷൻമെന്റ് എന്ന് പറയും. എക്സാമ്പിൾ ഞാൻ പറയാം. ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഒരു ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ആണല്ലോ. ഒരു കമ്പനിയിൽ 3 കോസ്റ്റ് സെന്റർ ഉണ്ടെന്ന് ചോദിക്കുക. ഡിപ്പാർട്ട്മെന്റ് എ, ഡിപ്പാർട്ട്മെന്റ് ബി, ഡിപ്പാർട്ട്മെന്റ് സി, ഇങ്ങനെ 3 കോസ്റ്റ് സെന്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ കോസ്റ്റ് സെന്ററിലും ഇലക്ട്രിസിറ്റി മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ കോസ്റ്റ് സെന്ററിലും ഇലക്ട്രിസിറ്റി മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എയിലെ ഇലക്ട്രിസിറ്റി എത്രയെന്ന് അറിയണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എയുടെ ഇലക്ട്രിസിറ്റി മീറ്ററിന്റെ റീഡിംഗ് നിർത്താൽ മതി. അപ്പോ ഓരോ കോസ്റ്റ് സെന്ററിലും ഇലക്ട്രിസിറ്റി മീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യാന്ന് പറയും. എക്സ്പെൻസിനെ അലോക്കേറ്റ് ചെയ്യാനും. കാര്യം എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് എയുടെ എക്സ്പെൻസ് മുഴുവനും എയിലേക്ക് കൊടുക്കാം, ബിയുടെ എക്സ്പെൻസ് മുഴുവനും ബിയിലേക്ക് കൊടുക്കാം, സിയുടെ എക്സ്പെൻസ് സിയിലേക്ക് കൊടുക്കാം. അതേ സമയത്ത് ഈ 3 ഡിപ്പാർട്ട്മെന്റിലേക്കും കൂടെ ഒറ്റ ഇലക്ട്രിസിറ്റി മീറ്ററേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഒറ്റ ഇലക്ട്രിസിറ്റി മീറ്ററേ ഉള്ളൂ എങ്കിൽ ഈ ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറയുന്ന എക്സ്പെൻസിനെ ഈ 3 ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പ്രക്രിയയാണ് അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ അതേപോലെ മുഴുവനായിട്ടും കൊടുക്കാം. അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അപ്പോർഷൻ ചെയ്യുമ്പോൾ ഒരു ബേസ് വേണം. ശ്രദ്ധിച്ചോണം, ഒരു ബേസ് വേണം. ഒരു ബേസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോർഷൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ഒറ്റ ഇലക്ട്രിസിറ്റി മീറ്ററേ ഉള്ളൂ എങ്കിൽ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് അപ്പോർഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ബേസുകൾ ഒന്നുകിൽ പ്ലഗ് പോയിന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൈറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പവർ പോയിന്റ്സ് ആയിരിക്കാം. അപ്പം ഇത് ഒരു ബേസ് ആണ്. റെന്റ് എന്ന് പറയുന്ന ഈ 3 ഡിപ്പാർട്ട്മെന്റിനും കൂടെ നമ്മൾ റെന്റ് കൊടുക്കുകയാണ്. അപ്പൊ റെന്റ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ബേസ് സ്ക്വയർ ഫീറ്റ് ആയിരിക്കാം. അപ്പൊ അപ്പോർഷൻമെന്റിന് എപ്പോഴും ഒരു ബേസ് വേണം. ഒരു ബേസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അപ്പോർഷൻ നടത്തുന്നത്. അലോക്കേഷൻ ഒരു ബേസ് വേണ്ട മിക്കവാറും. അലോക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് ആ എക്സ്പെൻസ് മുഴുവൻ നമ്മൾ കൊടുക്കാൻ നിൽക്കും. അപ്പോൾ ഓവർഹെഡ്സ് വരെയാണെങ്കിൽ ആദ്യം അലോക്കേഷനും അപ്പോർഷൻമെന്റും അത് നടത്തും. ഈ അലോക്കേഷനും അപ്പോർഷൻമെന്റും വേണ്ടി നമ്മൾ വരയ്ക്കുന്ന ടേബിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ടേബിളും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ടേബിളുമാണ്. ഇങ്ങനെ അലോക്കേഷനും അപ്പോർഷൻമെന്റും നടത്തിയതിനു ശേഷം നമ്മൾ ഇതിനെ അബ്സോർബ് ചെയ്യും. അപ്പം അലോക്കേഷനും അപ്പോർഷൻമെന്റും കോസ്റ്റ് സെന്ററിലേക്കാണ് നടത്തുന്നത്. ഈ കോസ്റ്റ് സെന്ററിലേക്ക് കോസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ യൂണിറ്റിലേക്കും കോസ്റ്റ് പിടിക്കണം. ഉദാഹരണത്തിന് ഡിപ്പാർട്ട്മെന്റ് എയില് ഒരു സാധനം ഉണ്ടാക്കാൻ ഡിപ്പാർട്ട്മെന്റ് എയിലും ബിയിലും സിയിലും പേന ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. ഡിപ്പാർട്ട്മെന്റ് എയില് 1000 പേന ഉണ്ടാക്കി. 1000 പേന ഉണ്ടാക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് എയ്ക്ക് ചെലവായത് 5000 രൂപയാണെന്ന് വിചാരിക്കുക.
അപ്പൊ അലോക്കേഷനും അപ്പോർഷൻമെന്റും കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് എയിലേക്ക് 5000 രൂപ വരും. ഈ 5000 രൂപ ഇനി ഓരോ പേനയിലേക്ക് മാറ്റണം. അതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് സെന്ററിലേക്ക് അലോക്കേറ്റ് ചെയ്യുകയും അപ്പോർഷൻ ചെയ്യുകയും ചെയ്ത കോസ്റ്റിനെ കോസ്റ്റ് യൂണിറ്റിലേക്ക് ഡിവൈഡ് ചെയ്യുന്ന പ്രക്രിയ. കോസ്റ്റ് യൂണിറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിലേക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവർഹെഡ്സ് നമ്മൾ ആദ്യം അലോക്കേറ്റ് ചെയ്ത് അപ്പോർഷൻ ചെയ്തതിനു ശേഷം അബ്സോർബ് ചെയ്തെടുക്കും. അബ്സോർപ്ഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ചില മെത്തഡ്സ് അവിടെ ഉണ്ടായിരുന്നു. അബ്സോർപ്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മെഷീൻ അവർ റേറ്റ്, ലേബർ അവർ റേറ്റ്, മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്, അങ്ങനെ പല ബേസ് ഉപയോഗിച്ചായിരിക്കും അബ്സോർപ്ഷൻ നടത്തുന്നത്. അപ്പം മെഷീൻ അവർ റേറ്റോ ലേബർ അവർ റേറ്റോ MCU, മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് അബ്സോർപ്ഷൻ നടത്തും. അപ്പോ ഇങ്ങനെ ഓവർഹെഡ് അക്കൗണ്ട് ചെയ്യുന്ന മെത്തഡ് പഴയ രീതിയിലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ അക്കൗണ്ട് ചെയ്താൽ ഇതിനകത്ത് കുഴപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഓവർഹെഡ് അക്കൗണ്ടിങ് ഇത് അല്പം കൂടെ ജനറലൈസ്ഡ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ അക്കൗണ്ടിങ്, അതായത് അലോക്കേഷൻ, അപ്പോർഷൻമെന്റ്, അബ്സോർപ്ഷൻ എന്ന് പറയുന്ന നമ്മൾ ഈ മെത്തഡ്സ് സാധാരണ രീതിയിൽ അല്പം കൂടെ ജനറലൈസ്ഡ് മെത്തഡാണ്. കോസ്റ്റ് കറക്റ്റ് ആയിരിക്കണമെന്നില്ല. കാരണം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കോസ്റ്റിംഗ് അക്കൗണ്ടിങ്ങിൽ പ്രശ്നം ഉണ്ടാക്കുന്നവൻ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. കാരണം ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റിലേക്ക് പിടിക്കാൻ പ്രയാസമാണ്. അപ്പൊ ഈ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഈ സ്പ്രെഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സ്പ്രെഡ് ചെയ്താൽ കോസ്റ്റ് കൂടുതൽ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കിട്ടും. സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഒന്നോ രണ്ടോ ബേസോ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ, ഇപ്പൊ ഇവിടെ മെഷീൻ അവറിന്റെ ബേസ് ഇതാണ്, ഓവർഹെഡ്സ് എല്ലാം കൂടെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഓവർഹെഡിനകത്ത് പല എക്സ്പെൻസുകളുണ്ട്. പല എക്സ്പെൻസുകൾ ഉണ്ടെങ്കിലും എല്ലാ എക്സ്പെൻസുകളും മെഷീൻ അവറിനെ ബേസ് ചെയ്തിട്ടല്ലല്ലോ ആ എക്സ്പെൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മെഷീൻ അവറിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഞാൻ ഇത് അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ ചില എക്സ്പെൻസുകൾ മെഷീൻ അവറുമായിട്ട് അല്ലെങ്കിൽ മെഷീൻ ഓടുന്ന മണിക്കൂറുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത എക്സ്പെൻസുകളുണ്ട്. ഉദാഹരണത്തിന് റെന്റ് മെഷീൻ ഓടുന്നതുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പൊ മെഷീൻ അവറിന്റെ പക്ഷെ റെന്റ് ഈ ഓവർഹെഡ്സിനകത്ത് കയറി വന്നു. ഓവർഹെഡ്സിനകത്ത് കയറി വരികയും അത് മെഷീൻ അവർ വഴി നമ്മൾ അബ്സോർബ് ചെയ്യുമ്പോൾ ഒരു മണിക്കൂർ മെഷീൻ എത്ര ഓടുന്നു അതനുസരിച്ച് നമ്മൾ റെന്റ് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ റെന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഈ ബേസ് ഉപയോഗിച്ചെടുക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിരിക്കില്ല. വേറെ ഏതെങ്കിലും ബേസ് ആയിരിക്കും റെന്റിന് നല്ലത്. പക്ഷെ ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൽ ഇവിടെ നമ്മൾ ഒരു ബേസേ എടുക്കുന്നുള്ളൂ. ഒന്നുകിൽ മെഷീൻ അവർ, അല്ലെങ്കിൽ ലേബർ അവർ, അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ്, അങ്ങനെ ബേസ് ചെയ്ത് എടുക്കുമ്പോൾ കുഴപ്പമാണ്. അപ്പൊ അക്കൗണ്ടിങ് കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കില്ല. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റ് അബ്സോർപ്ഷൻ ഫോക്കസ്ഡ് ആയിരിക്കില്ല. ഈ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തഡിൽ ഓവർഹെഡ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ ആക്ടിവിറ്റിയെ ഡിവൈഡ് ചെയ്യും. ആക്ടിവിറ്റിയെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആക്ടിവിറ്റിക്കും കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എടുക്കുന്നു. കോസ്റ്റ് ഡ്രൈവർ എന്നൊരു കോൺസെപ്റ്റ് എടുക്കും. എന്നിട്ട് ഓരോ ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് ഡ്രൈവർ പെർ യൂണിറ്റ് കണ്ടുപിടിക്കും. കോസ്റ്റ് ഡ്രൈവർ പെർ യൂണിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര കോസ്റ്റ് ഡ്രൈവേഴ്സ് ഉണ്ടോ ആ കോസ്റ്റ് ഡ്രൈവറിനെ ആസ്പദമാക്കി നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തഡാണ് ABC എന്ന് പറയുന്നത്. ABC എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. അത് ഓവർഹെഡ് കോസ്റ്റിംഗിലാണ് വരുന്നത്. അതിനെക്കുറിച്ച് നമുക്കിവിടെ കൂടുതൽ അറിയേണ്ടി വരും. നമുക്ക് അവിടേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. കോസ്റ്റിംഗില് ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിവിടെ അറിയേണ്ടി വരും. ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഓവർഹെഡ് അക്കൗണ്ടിങ്ങിനെ ആസ്പദമാക്കിയാണ്. ഓവർഹെഡ് അക്കൗണ്ടിങ്ങിന്റെ വേറൊരു മെത്തഡാണെന്ന് നോക്കണം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മെത്തഡാണെന്ന് നോക്കണം. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് നമുക്ക് ഇവിടെ ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ പഠിക്കേണ്ടതുണ്ട്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗും ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെന്റും എന്ന് പറഞ്ഞ് പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം ആക്ടിവിറ്റി ബേസ്ഡ്, നിങ്ങൾ ഒരു കാര്യം ഓർത്തേക്കുന്നുണ്ട്, ഇപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് is connected with overhead accounting. Overheads are indirect material, indirect labor, indirect expenses. These are called indirect because it cannot be directly assigned to a cost unit. And overhead accounting includes fixed cost. Overheads includes fixed cost.
Fixed cost creates problem because fixed cost per unit does not remain constant. Per unit അറിയാൻ നമ്മൾ പലപ്പോഴും സാധനങ്ങൾ വിൽക്കണമെങ്കിൽ നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടാക്കി കളയും ഫിക്സ്ഡ് കോസ്റ്റ്. അതുകൊണ്ടാണ് ആ ഫിക്സ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു മെത്തഡാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. Activity based costing gives more exactness or focus to overhead accounting, and more exactness and more focus means that enables us to find out the cost of a particular item more accurately. The cost accurate ആയിട്ട് കണ്ടുപിടിച്ചാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അത് മാനേജ് ചെയ്യാനും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പ്രയാസം വരും. കാരണം കോസ്റ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കും. കാരണം ആവശ്യമില്ലാത്ത കോസ്റ്റ് ഒരു പ്രോഡക്റ്റിനകത്തോട്ട് കയറി പോയാൽ അത് കുഴപ്പമുണ്ടാക്കും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഓവർ ഹെഡ്സിനെ നമ്മൾ ആക്ടിവിറ്റിയെ ബേസ് ചെയ്ത് നമ്മളെ കോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ബേസിക് ആയിട്ട് നിങ്ങളുടെ കോസ്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞത്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം, ഈ കോസ്റ്റിങ്ങിന്റെ ഈ ബേസിക് കാര്യങ്ങൾ. നമുക്കിനി ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മുടെ ഈ പർട്ടിക്കുലർ ഏരിയയിലെ ഫസ്റ്റ് ചാപ്റ്റർ അത് ഇൻട്രൊഡക്ഷൻ ആണ്. അതിന്റെ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്നാണ് ഇതിന്റെ പേര്. എന്താണ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ്? അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, these are the steps taken to control the cost or to manage the cost. Control or manage ചെയ്യും. രണ്ടും വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കാം, മാനേജ് ചെയ്യാനും ഉപയോഗിക്കാം. സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആർ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് ടു കൺട്രോൾ or reduce the total cost and at the same time maintaining the strategic position of the company. കമ്പനിയുടെ സ്ട്രാറ്റജിക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ടോട്ടൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു പുതിയ വേർഡ് കണ്ടു, സ്ട്രാറ്റജിക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം ടോട്ടൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ സ്ട്രാറ്റജിക് പൊസിഷൻ എന്ന് പറയുന്നത്? സ്ട്രാറ്റജിക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിൽ ഒരു കമ്പനി മറ്റ് കമ്പനികളിൽ നിന്നും അതായത് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും അവർക്ക് ഉണ്ടാവുന്ന പൊസിഷനെയാണ് സ്ട്രാറ്റജിക് പൊസിഷൻ എന്ന് പറയുന്നത്. അവർക്കുണ്ടാവുന്ന വില അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന നില. അപ്പൊ സ്ട്രാറ്റജിക് പൊസിഷൻ കളയാതെ ടോട്ടൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുക. സ്ട്രാറ്റജിക് പൊസിഷൻ കളയാതെ ടോട്ടൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സിന് നമ്മൾക്കൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ കളയാതെ ആ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ജോലി. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, കോസ്റ്റ് റെഡ്യൂസ് ചെയ്താൽ ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞു പോകും. ക്വാളിറ്റി കുറഞ്ഞാൽ സ്ട്രാറ്റജിക് പൊസിഷൻ മാറിപ്പോകും. അപ്പോ ക്വാളിറ്റി മാറരുത്, നമ്മൾ ഗുഡ് വിൽ മാറരുത്, ബ്രാൻഡ് ഇമേജ് മാറരുത്, ആൾക്കാര് നമ്മളെ നോക്കിക്കാണുന്ന രീതിയും മാറരുത്. അതിനെയാണ് സ്ട്രാറ്റജിക് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രാറ്റജിക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എ യൂണിക് പൊസിഷൻ വിച്ച് എ കമ്പനി ഓക്യുപ്പൈസ് ഇൻ ദ മാർക്കറ്റ്. ആ കാര്യം മാറാതെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. കൂട്ടാൻ നമുക്ക് കുറയ്ക്കാൻ ഒക്കില്ല. അപ്പോ അത് കൂട്ടാൻ കുറയ്ക്കാൻ ഒക്കില്ല. അപ്പൊ സ്ട്രാറ്റജിക് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എന്തെല്ലാം സ്ട്രാറ്റജിക് പൊസിഷനകത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ദ ക്വാളിറ്റി, ദ ഗുഡ് വിൽ, ദ ബ്രാൻഡ് നെയിം ആൻഡ് ദ വേ വിച്ച് ദ കൺസ്യൂമേഴ്സ് പെർസീവ് ദ ഓർഗനൈസേഷൻ. ഇതൊന്നും മാറാതെ എന്ന് പറഞ്ഞാൽ കുറയാതെ ടോട്ടൽ കോസ്റ്റിനെ കുറയ്ക്കാൻ നോക്കുന്ന രീതികളാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഈ മെത്തഡുകൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനോടൊപ്പം
സ്ട്രാറ്റജിക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്ന ഉദ്ദേശമായിരുന്നു. സ്ട്രാറ്റജിക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന രീതികളെയാണ് നമ്മൾ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് പഠിക്കാം. അതുകൊണ്ടാണ് അതിന് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്താണെന്ന് ഓർത്തിരിക്കണം. കാരണം സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് ഓർത്ത് രണ്ട് പോയിന്റ്സ് ആണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം. രണ്ട്, സ്ട്രാറ്റജിക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പം അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിക്കോണേ. സ്ട്രാറ്റജിക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം. അപ്പം മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞാൽ, മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മിനിമം അത് ഇപ്പോഴത്തെ ഉള്ള പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഇംപ്രൂവ് ചെയ്യാം, ഒരിക്കലും ഡിക്രീസ് ചെയ്യരുത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട്. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റിൽ പഠിക്കാൻ പോകുന്നത്. പഴയ ട്രഡീഷണൽ മെത്തഡ് അനുസരിച്ച് നമ്മുടെ മേജർ ജോലി എന്താന്ന് വെച്ചാൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പല രീതികൾ ചെയ്യാറുണ്ട്. പണ്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള രീതി വോളിയം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി കോസ്റ്റ് കുറയ്ക്കാം എന്നായിരുന്നു പണ്ട് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. മാനുഫാക്ചറിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു കോസ്റ്റ് ഫിലോസഫി ഇതായിരുന്നു. അതായത് വോളിയം കൂട്ടിയാൽ, അത് വോളിയം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കൂട്ടിയാൽ കോസ്റ്റ് കുറയ്ക്കാമെന്ന്. പക്ഷേ അത് ശരിയായ കാര്യമല്ല. വോളിയം കൂട്ടിയാൽ വേറെ പല കോസ്റ്റുകളും അതിന് അനുബന്ധമായിട്ട് കൂടും. അപ്പോൾ വോളിയം കൂട്ടിക്കൊണ്ട് കോസ്റ്റ് കുറയ്ക്കാമെന്ന് വിചാരിക്കുന്ന രീതി ശരിയല്ല. രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, വോളിയം കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സിന്റെ കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും, ഡിഫറൻസിയേഷൻ കുറവായിരിക്കും. കാരണം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് വോളിയം കൂട്ടാൻ ഒക്കത്തില്ല. ഡിഫറെന്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വോളിയം കൂട്ടിക്കൊണ്ടിരിക്കാൻ ഒക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ആവശ്യം, പല കൺസ്യൂമേഴ്സിനും പലതരത്തിലുള്ള ഡിഫറൻഷ്യൽ നീഡ്സ് ആണുള്ളത്. അപ്പൊ ഈ വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ കൺസ്യൂമേഴ്സിനും സാറ്റിസ്ഫൈ ചെയ്യാൻ ഒക്കത്തില്ല. അത് ഏതാണ്ട് പണ്ട് ഫോർഡ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ദാറ്റ് ഈസ് യു ക്യാൻ ഹാവ് എനി കളർ കാർ ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് ബ്ലാക്ക്. അത് ഫോർഡ് പറയാനുള്ള റീസൺ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് കളർ കാറും ആവാം, ഞങ്ങൾക്ക് തരാം, പക്ഷേ ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് ബ്ലാക്ക് കളർ ആയിക്കോളുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ചോയ്സ് ഇല്ല, ഞങ്ങൾ ബ്ലാക്ക് കാറുകൾ ഉണ്ടാക്കുള്ളൂ. ബ്ലാക്ക് കാർ ഉണ്ടാക്കിയുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കോസ്റ്റ് ഞങ്ങൾ കുറയ്ക്കാം. എല്ലാ കാറുകളുടെയും പെയിന്റ് ഒരേപോലെയാണെങ്കിൽ കോസ്റ്റ് കുറയും. കാറുകളുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കോസ്റ്റ് മാറിക്കളയും. അപ്പൊ വോളിയം കൂട്ടാനെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന് ചോയ്സ് കിട്ടത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ കൺസ്യൂമേഴ്സിന് അതല്ല ആവശ്യം. കൺസ്യൂമേഴ്സ് വാണ്ട് ചോയ്സ്, they want different choices. അപ്പൊ വോളിയം കൂട്ടുക എന്നുള്ള, വോളിയം കൂട്ടി കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് മോഡേൺ ഡേയിൽ ഒക്കില്ല. അതൊന്ന്. രണ്ടാമത്തെ റീസൺ ഉണ്ട്, വോളിയം കൂടിയാൽ ഇൻവെന്ററി കൂടും. ഇൻവെന്ററി കൂടിയാൽ കോസ്റ്റ് വീണ്ടും കൂടും, ക്യാരിങ് കോസ്റ്റ് ഒക്കെ കൂടും. അപ്പൊ ആവശ്യമില്ലാതെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. അതുകൊണ്ട് വോളിയം കൂട്ടി കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് രീതി പണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ആദ്യ കാലങ്ങളിൽ പറ്റിയ ഒരു മെത്തഡാണ്. ഇപ്പോൾ അതൊക്കില്ല. ഇപ്പോൾ ആൾക്കാർക്ക് ചോയ്സ് ആണ് ആവശ്യം, അവർക്ക് വെറൈറ്റി വേണം, ഡിഫറൻസിയേഷൻ വേണം. അപ്പൊ അതിനനുസരിച്ച് ആൾക്കാരുടെ നീഡ്സ് അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോളിയത്തിന് പ്രാധാന്യം കൊടുക്കാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ഈ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റിൽ ഇപ്പോൾ വരുന്നത്. ഇപ്പൊ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരാണ് ടോപ്പ്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആണ് ടോപ്പ്. അവരുടെ ഡിമാൻഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, reduce the cost, but at the same time we have to maintain our strategic position. Strategic position മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുകയും ആൾക്കാരുടെ അനുസൃതമായിട്ട് ആൾക്കാരുടെ ഡിമാൻഡ് അനുസരിച്ച് സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ SCM പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് ഈ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്താണെന്ന് ആദ്യം അറിയുക. കാരണം സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്തുകൊണ്ട് ഇതിന്റെ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നു
എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. പഴയ കോസ്റ്റുമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട്. പഴയ കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം, നമ്മളിപ്പോൾ ലോങ് ടേം ആണ്. നമ്മുടെ പൊസിഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനനുസരിച്ച് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റിലേക്കുള്ള ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഈ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ അതിന്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരാം. നോട്ട്സ് ഞാൻ 2 രീതിയിലാണ് തരുന്നത്. ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ നോട്ട്സ് രണ്ടും വായിച്ചിരിക്കണം. ഒന്ന്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കി ഞാൻ ചില നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിനെ മാത്രം ആസ്പദമാക്കി. 2, ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ മോഡലിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങൾ ടേംസ് ക്ലിയർ ആക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ആൻസർ മോഡലിൽ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കി തരാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ എക്സാമിനേഷന്റെ ആൻസേഴ്സ് നോക്കുകയാണെങ്കിലും, ഞാൻ വേറെ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട്, നല്ല ടെക്സ്റ്റ് ബുക്കുകൾ ഇതിനേക്കാളും നിങ്ങളുടെ ബുക്കിനേക്കാളും നല്ല ഉണ്ടെങ്കിലും, നിങ്ങളുടെ ആൻസേഴ്സ് മിക്കതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ സജസ്റ്റഡ് ആൻസേഴ്സ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കാരണം അത് നമുക്ക് വായിച്ചിരിക്കണം. അതിലെ ചില ടേംസോ ടെർമിനോളജിയോ കൂടുതൽ ക്ലിയർ ആക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിൽ ഞാൻ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾ വായിച്ചിരിക്കണം. ആ രണ്ടാമത്തെ നോട്ട്സ് നിങ്ങൾക്ക് ഇറ്റ് വിൽ എനേബിൾ യു ടു ആൻസർ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി. ചില കാര്യങ്ങൾ നമുക്ക് ആ കേസ് സ്റ്റഡിയിലൊക്കെ നമുക്ക് കാര്യങ്ങൾ ഉത്തരം ചെയ്യാൻ ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെച്ചേക്കണം. അതുകൊണ്ടാണ് ഈ 2 നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കിയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ഈ ഡയഗ്രത്തിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേര് തന്നെ നമ്മൾ പറഞ്ഞു, സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്നാണ്. സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ്? 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോണം. ഒന്ന്, ടോട്ടൽ കോസ്റ്റ് റിഡക്ഷൻ. 2, മെയിൻറ്റെയിനിങ് ദ സ്ട്രാറ്റജിക് പൊസിഷൻ. ഇത് രണ്ടുമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. സ്ട്രാറ്റജിക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ദ പൊസിഷൻ ഓഫ് ദ കമ്പനി ഇൻ ദ ഐസ് ഓഫ് ദ കൺസ്യൂമർ ഓർ ഇൻ ദ മാർക്കറ്റ്. അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകരുത്, ഇംപ്രൂവ് ചെയ്യാം. സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റിനകത്ത് ഇതാണ് നോക്കുന്നത്. ഈ സ്ട്രാറ്റജിക് കോസ്റ്റിനെ നമുക്ക് മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വിഷൻ, കമ്പനിയുടെ വിഷൻ, മിഷൻ, ഓബ്ജക്റ്റീവ് ഇതെല്ലാം കണക്കിലെടുത്തിട്ട് വേണം കോസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്. കമ്പനിക്ക് ഒരു വിഷൻ ഉണ്ട്. വിഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഗോൾ. അതാണ് ഒരു വിഷൻ എന്ന് പറയുന്നത്. ഈ വിഷൻ മാറാം. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടേഴ്സ് ആദ്യം വന്നപ്പോൾ ചില കമ്പനികളുടെ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഒരു വിഷൻ ഇതായിരുന്നു. ബിൽ ഗേറ്റ്സിന്റെ ആദ്യത്തെ വിഷൻ. ആ വിഷൻ മാറും. ടു എൻഷുർ ദാറ്റ് ഈച്ച് ഡെസ്ക് ഓർ ഈച്ച് പേഴ്സൺ ആസ് എ കമ്പ്യൂട്ടർ ഇൻ ഹിസ് ഡെസ്ക്. അതായിരുന്നു വിഷൻ. ലോങ് ടേം ഗോളാണ്. ഓരോ ആളിന്റെ ഡെസ്കിൽ ഒരു കമ്പ്യൂട്ടർ എത്തിക്കുക എന്നുള്ളതായിരുന്നു വിഷൻ. അത് ലോങ് ടേം ഗോളാണ്. മിഷൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി, ആ വിഷൻ നടപ്പാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണോ അതാണ് മിഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഒരു കമ്പ്യൂട്ടർ, മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നില്ല. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോ ആ പർട്ടിക്കുലർ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ
മിഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാ കമ്പ്യൂട്ടറിലും കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അതിന്റെ വിഷൻ. അപ്പൊ ആ വിഷനിൽ നമ്മുടെ റോൾ എന്താണോ അതാണ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഒരു വിഷൻ വളരെ ലോങ് ടേം ആയിരിക്കാം, അതിൽ സ്പെസിഫിക് ആയിട്ട്. ഉദാഹരണത്തിന് ഞാനൊരു ഹോസ്പിറ്റൽ തുടങ്ങിയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ, to provide standard health care to the people, അതായിരിക്കും എന്റെ വിഷൻ. ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയറിനകത്ത് പല കാര്യങ്ങളുണ്ട്. അതിനകത്തൊന്നായിരിക്കും എന്റെ മിഷൻ എന്ന് പറയുന്നത് ടു എൻഷുർ ദാറ്റ് പീപ്പിൾ ഹാവ് ഗുഡ് ഐസൈറ്റ്. അപ്പം ഐസ് അല്ലെങ്കിൽ വിഷൻ അല്ലെങ്കിൽ ഒപ്തോൾമോളജി ആയിരിക്കും എന്റെ മിഷൻ. അപ്പൊ ആ വിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ജനറൽ ആയിരിക്കും. മിഷൻ എന്ന് പറയുന്നത് ആ വിഷൻ അകത്തുള്ള സ്പെസിഫിക് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, അതാണ് മിഷൻ. ഓബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ മിഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി മെഷറബിൾ ഗോൾസ് വേണം. കാരണം നമ്മൾ നമ്മുടെ ഗോൾസിലേക്ക് എത്തണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എപ്പോഴും ഗോൾസ് അത് മെഷർ ചെയ്യാൻ ഒക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഗോൾസ് പറയുന്നത്. ഓബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മെഷറബിൾ ഗോൾസ് ടു അറ്റൈൻ ദ മിഷൻ. ഉദാഹരണത്തിന് ഹൈ കെയറിന് കൊടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, ഒരു വർഷം ഞാൻ 1000 കാറ്ററാക്ട് ഓപ്പറേഷൻസ് നടത്തും. അത് എൻ്റെ ഒബ്ജക്റ്റീവാണ്. കാരണം 1000 കാറ്ററാക്ട് ഓപ്പറേഷൻസ് നടത്തുന്നത് വഴി ഇൻ ദ ലോങ് റൺ ഐ കെയർ അല്ലെങ്കിൽ നല്ല ഐസൈറ്റ് ടു ദ എൽഡർ പീപ്പിൾ എന്ന മിഷൻ ഞാൻ സാറ്റിസ്ഫൈ ചെയ്യും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന വഴി ആ ഹെൽത്ത് കെയറിന്റെ ഒരു പാർട്ട്, ആ വിഷനിന്റെ ഒരു പാർട്ട് എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. So objectives means measurable goals. Objectives measurable goals ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അളക്കാൻ ഒക്കത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എത്തുമോ ഇല്ലയോ. So objectives are quantitative. ഓർത്തോണം, objectives are always expressed in quantity. Mission is that specific characteristics which we need to carry out the vision. ആ വിഷൻ എന്ന് പറയുന്നത് ബേസിക് ഓർ ലോങ് ടേം ഗോൾസ്. അപ്പൊ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ് നമ്മളുടെ ബന്ധം ഓർത്തോണം. വിഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ഗോൾസ് ആണ്. മിഷൻ എന്ന് പറയുന്നത് ആ വിഷൻ നടപ്പാക്കാൻ വേണ്ടി അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ആണ് മിഷൻ. ആ മിഷൻ നടപ്പാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് അളക്കാൻ നോക്കുന്ന കാര്യത്തിൽ പറയുന്നതിനെയാണ് ഒബ്ജക്റ്റീവ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു വിഷനാണ്. ടു പ്രൊവൈഡ് ഗുഡ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന വിഷനാണ്. ആ വിഷനില് ഒരു ഹോസ്പിറ്റൽ ഞാൻ തുടങ്ങുമ്പോൾ ഐ കെയർ ഹോസ്പിറ്റലിന് വേണ്ടി ഐസിന് വേണ്ടി മാത്രം ഞാൻ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയാൽ അതിനെന്റെ മിഷനാണ്. ആ മിഷൻ ഐസിന്റെ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷൻ 1000 കാറ്ററാക്ട് ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ ഒബ്ജക്റ്റീവ്. സോ വിഷൻ, മിഷൻ, ഓബ്ജക്റ്റീവ്സിനെ അടിസ്ഥാനപ്പെടുത്തി വേണം കോസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്. ഈ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് വരാനുള്ള കാര്യം ഈ ലിമിറ്റേഷൻസ് ഓഫ് ട്രഡീഷണൽ കോസ്റ്റ് മാനേജ്മെന്റ് കാരണവും കൂടെയാണ്. ട്രഡീഷണൽ കോസ്റ്റ് മാനേജ്മെന്റ് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസ് ഞാൻ നേരത്തെ നോക്കാം. എന്തൊക്കെ ലിമിറ്റേഷൻ? ഷോർട്ട് ടേം ആയിരുന്നു, വോളിയം ബേസ്ഡ് ആയിരുന്നു, അത് ആൾക്കാർക്ക് കൂടുതൽ ചോയ്സ് കൊടുത്തില്ലായിരുന്നു, പ്രോഫിറ്റിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷെ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് അതല്ല. സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ആൾക്കാർക്ക്, നമ്മുടെ കസ്റ്റമേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ സ്ട്രാറ്റജിക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ നോക്കുന്നത്. ഈ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് നടപ്പാക്കാൻ വേണ്ടി നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഒന്ന് സ്ട്രാറ്റജിക് പൊസിഷനിങ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സ്ട്രാറ്റജിക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട കോമ്പണന്റ് സ്ട്രാറ്റജിക് പൊസിഷനിങ് ആണ്. എന്താണ് സ്ട്രാറ്റജിക് പൊസിഷനിങ് നമുക്ക് നോക്കാം. 2, കോസ്റ്റ് ഡ്രൈവർ അനാലിസിസ്. പ്രധാനപ്പെട്ട ഈ കോസ്റ്റ് ഡ്രൈവർ എന്ന കോൺസെപ്റ്റ് വരുന്നത് ABCയിലാണ്, അതായത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓവർഹെഡ് അക്കൗണ്ടിങ്ങിലാണ്. ഓവർഹെഡ് അക്കൗണ്ടിങ്ങിന്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഓവർഹെഡ് അക്കൗണ്ടിങ് നമ്മൾ ട്രഡീഷണൽ മെത്തഡ് അനുസരിച്ച് ഓവർഹെഡ് അക്കൗണ്ട് ചെയ്താൽ
അത് ഫോക്കസ്ഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ യൂണിറ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഒക്കില്ല. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആവുമ്പോൾ ഫോക്കസ് ഇസ് മോർ ഫോക്കസ്ഡ് ദാൻ ദ ട്രഡീഷണൽ കോസ്റ്റ് മാനേജ്മെന്റ് ഫോർ അക്കൗണ്ടിങ് ഫോർ ദ കോസ്റ്റ്. അപ്പൊ ഓവർഹെഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഓവർഹെഡ് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ഒരു പ്രോഡക്റ്റിലേക്ക് വന്നാൽ നമുക്ക് ആ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ കോസ്റ്റ് ഡ്രൈവർ അനാലിസിസ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ what is a cost driver? A cost driver means it is anything which drives the cost of an activity. ഒരു ആക്ടിവിറ്റിയുടെ കോസ്റ്റിനെ ഡ്രൈവ് ചെയ്യുന്ന ഘടകം ആണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഓർഡർ പ്രോസസിംഗ് എന്ന് വിചാരിക്കുക. ഓർഡർ പ്രോസസിംഗ് is an activity. Order processing is an activity. ഓർഡർ പ്രോസസിംഗ് ആക്ടിവിറ്റിയാണ്. അതായത് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പർച്ചേസ് ഓർഡർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഓർഡർ പ്രോസസ് ചെയ്ത് സമയത്തിന് സാധനം അയക്കുന്നത്. അപ്പം ഓർഡർ കളക്ട് ചെയ്യുക, ആ ഓർഡർ പ്രോസസ് ചെയ്യുക, സാധനം ഡിസ്പാച്ച് ചെയ്യുക. ഇത് മൂന്നും കൂടെ ചേർന്നാണ് ഈ ഓർഡർ പ്രോസസിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്ടിവിറ്റി ഓർഡർ പ്രോസസിംഗ് എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റിയെ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കോസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ നോക്കും. ആ കോസ്റ്റ് എല്ലാം ഈ ഓർഡർ പ്രോസസിങ്ങിനകത്ത് കയറ്റും. ഓർഡർ പ്രോസസിങ്ങിനകത്തുള്ള കോസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ പ്രോസസ് ചെയ്യാൻ വേണ്ടി പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരികയും ആ പല പല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഓർഡർ പ്രോസസിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മൾ പണ്ട് ട്രഡീഷണൽ മെത്തഡില് കോസ്റ്റിംഗ് വാസ് ഡൺ ബേസ്ഡ് ഓൺ ഫങ്ഷൻ. അതായത് ഫങ്ഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. അപ്പോ ഫങ്ഷൻ വൈസ് ആയിട്ടായിരുന്നു നമ്മൾ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട്. ഇപ്പോ അതിന്റെ താഴെ പോവുകയാണ്. അതിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നൗ വി ആർ ഗോയിങ് ടു ഡിവൈഡ് ആക്ടിവിറ്റീസ്, ദ ടോട്ടൽ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ പണ്ട് നമുക്ക് പല ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റിൽ നമ്മളൊരു ഓർഗനൈസേഷനെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ആക്ടിവിറ്റി മീൻസ് എനിത്തിങ് വിച്ച് ഇസ് ഡൺ ടു ഡു സംതിങ്. അപ്പം എ നമ്പർ ഓഫ് ആക്ടിവിറ്റി ഈസ് എ ഓർഗനൈസേഷൻ. അപ്പം ഓർഗനൈസേഷനെ ഡിസഗ്രിഗേറ്റ് ചെയ്യുന്നതാണ് ആക്ടിവിറ്റി. കൂടുതൽ ആക്ടിവിറ്റി, അപ്പം ഫംഗ്ഷൻസിന്റെ ഒരു ഫംഗ്ഷന്റെ കീഴിൽ പല ആക്ടിവിറ്റീസ് കാണും. ഇപ്പം മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് പല ആക്ടിവിറ്റീസ് കാണും. അതിൽ ഒരു ആക്ടിവിറ്റി ആയിരിക്കും മെഷീൻ സെറ്റപ്പ്, അതൊരു ആക്ടിവിറ്റിയാണ്. വേറൊരു ആക്ടിവിറ്റി ആയിരിക്കാം മെഷീൻ റണ്ണിങ്, മെഷീൻ ഓപ്പറേഷൻ. മെഷീൻ സെറ്റപ്പ് ഒരു ആക്ടിവിറ്റിയാണ്, മെഷീൻ ഓപ്പറേഷൻ വേറൊരു ആക്ടിവിറ്റിയാണ്. അപ്പം ആക്ടിവിറ്റി, ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റിയെയാണ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഒരു ആക്ടിവിറ്റികളിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഓർത്തോണം. ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷനെ ഡിവൈഡ് ചെയ്യുകയാണ്. ആക്ടിവിറ്റീസ് ആർ ആക്ഷൻ which is taking place in an organization. എന്തുകൊണ്ട് ഈ ആക്ടിവിറ്റി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ആക്ടിവിറ്റി നടത്തുമ്പോൾ ആക്ടിവിറ്റി വിൽ ഇൻവോൾവ് കൺസംഷൻ ഓഫ് റിസോഴ്സസ്. ഒരു ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് റിസോഴ്സസ് വേണം. ഓക്കെ, കൺസംഷൻ ഓഫ് റിസോഴ്സസ് വിൽ ഇൻവോൾവ് ഇൻകറൻസ് ഓഫ് കോസ്റ്റ്. ഓക്കെ, അപ്പം ഒരു ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് റിസോഴ്സ് വേണം. റിസോഴ്സ് ഇൻകർ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഉണ്ടാവും. അപ്പൊ കോസ്റ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ആക്ടിവിറ്റി മാനേജ് ചെയ്യണം. അപ്പം ഈ ആക്ടിവിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോ ആക്ടിവിറ്റിക്കും ഓരോ കോസ്റ്റ് ഡ്രൈവർ കാണും. ഓരോ ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് ഡ്രൈവേഴ്സ് കാണും. അപ്പോൾ ഓർഡർ പ്രോസസിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് ആയിരിക്കും. നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂടുന്തോറും ഈ ഓർഡർ പ്രോസസിംഗ് ആക്ടിവിറ്റിയുടെ പൂളിലുള്ള കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും.
മെഷീൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ മെഷീൻ സെറ്റപ്പിന്റെ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ മെഷീൻ സെറ്റപ്പ് ആക്ടിവിറ്റിയുടെ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെറ്റപ്സ് ആയി. അപ്പൊ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് is that which drives the cost of an activity. ഈ കോസ്റ്റ് ഡ്രൈവറിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയും കോസ്റ്റ്, ഇപ്പൊ ഇത്രയും ഓർഡേഴ്സ്, അപ്പൊ ഓർഡർ പ്രോസസ്സിങ്, ഓരോ ഓർഡർ വരും തോറും ഓർഡർ പ്രോസസ്സിങ് ആക്ടിവിറ്റി കോസ്റ്റ് കൂടും. അപ്പോൾ ഓർഡർ പ്രോസസ്സിങ് എങ്ങനെ കൺട്രോൾ ചെയ്യണം? അപ്പൊ ഇത് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഓർഡർ പ്രോസസ്സിങ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ്. അപ്പൊ കോസ്റ്റ് ഡ്രൈവർ അനാലിസിസ് നമുക്ക് പഠിക്കുന്നത് വഴി കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കും. അപ്പൊ ഇനി ശ്രദ്ധിച്ചോണം, എന്തുകൊണ്ട് ആക്ടിവിറ്റി? ആക്ടിവിറ്റീസ് മീൻസ് നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് will be equal to an organization. In an organization does a number of activities. When you're doing an activity, you're going to consume resources. You require resources. And when you're using resources, there's an incurrence of cost. So in order to control cost, you have to have a management of the activity. Activity now manager. Okay. The activity cost in a ഡ്രൈവ് ചെയ്യുന്ന എലിമെന്റിനെയാണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ് ഡ്രൈവർ അനാലിസിസ് നമ്മൾ നടത്തും. ആൻഡ് ദെൻ വാല്യൂ ചെയിൻ അനാലിസിസ്. ഈ വാല്യൂ ചെയിൻ അനാലിസിസ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പഠിച്ച വാല്യൂ ചെയിൻ ആണ്. പോർട്ടറിന്റെ വാല്യൂ ചെയിൻ അനാലിസിസ് ആണ്. വാല്യൂ ചെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഓർഗനൈസേഷൻ വാല്യൂ ചെയിൻ അനാലിസിസ് പറയുന്നതാണ്, ഒരു ഓർഗനൈസേഷനകത്ത് പല ആക്ടിവിറ്റികളുണ്ട്. ഇത്തരം ആക്ടിവിറ്റികളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട്, ഈ ആക്ടിവിറ്റി എങ്ങനെയാണോ ഒരു ബിസിനസ് ചെയ്യുന്നത് അതിനെ അനുസരിച്ചായിരിക്കും ആ ബിസിനസിന്റെ വാല്യൂ ഉണ്ടാകുന്നത്. സോ വാട്ട് ഈസ് വാല്യൂ? ഒരു ബിസിനസിന് വാല്യൂ ഉണ്ടാക്കുന്നത് ആ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ആക്ടിവിറ്റികൾ അത് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അതിന് വാല്യൂ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വാല്യൂ ഉണ്ടാക്കുന്ന ചെയിൻ ഓഫ് ആക്ടിവിറ്റീസിനെയാണ് വാല്യൂ ചെയിൻ അനാലിസിസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനലൈസിങ് ദ ആക്ടിവിറ്റീസ് വിച്ച് ക്രിയേറ്റ് വാല്യൂ ടു ദ ഓർഗനൈസേഷൻ. അനലൈസിങ് ദ ആക്ടിവിറ്റീസ് വിച്ച് ക്രിയേറ്റ്സ് വാല്യൂ ടു an ഓർഗനൈസേഷൻ. അപ്പൊ ഈ അനാലിസിസ് വഴി നമുക്കറിയാനൊക്കും കോസ്റ്റ് എവിടെയെല്ലാം ഇൻകർ ചെയ്യപ്പെടുന്നു, ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്, ഏതൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ഈ ആക്ടിവിറ്റീസിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റി അനാലിസിസ് വഴി ഈ നോൺ വാല്യൂ അഡിഷൻ ആക്ടിവിറ്റീസ് കഴിയുന്നതും കുറയ്ക്കുക അല്ലെങ്കിൽ അത് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസിന് കോസ്റ്റ് ഇൻകർ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഈ നോൺ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് നോക്കണം ഓർഗനൈസേഷൻ. ഈ നോൺ വാല്യൂ അഡിഷൻ ആക്ടിവിറ്റീസ് എന്താണ് അതിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ അത് മുഴുവനും ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ അതിനു വേണ്ടി ആക്ടിവിറ്റീസിനെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ഈ ആക്ടിവിറ്റീസിനെ കണ്ടുപിടിക്കുമ്പോൾ ഈ ആക്ടിവിറ്റീസ് വാല്യൂ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് ഏതാണ്, അതാണ് ഈ വാല്യൂ ചെയിൻ അനാലിസിസ് കണ്ടുപിടിക്കുന്നത്. വാല്യൂ ചെയിനിൽ ഈ വാല്യൂ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. പ്രൈമറി ആക്ടിവിറ്റീസ് എന്നും സെക്കൻഡറി ആക്ടിവിറ്റീസ്. ഈ പല ഓർഗനൈസേഷനിലും ഈ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റിയെ കുറിച്ച് മാനേജ് ചെയ്യുന്ന മെത്തഡാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, വാല്യൂ ചെയിൻ അനാലിസിസ്. അപ്പൊ ഈ വാല്യൂ ചെയിൻ അനാലിസിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പഠിക്കും. ആ വാല്യൂ ചെയിൻ അനാലിസിസ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ വാല്യൂ ചെയിൻ അനാലിസിസ് എന്ത് ചെയ്യാൻ പോകുന്നു? വാല്യൂ ചെയിൻ അനാലിസിസ് നത്തിങ് ബട്ട് it is identifying the activities in the value chain and analyzing it to control the cost. That is what a value chain analysis means. Okay, identifying the activities in the value chain and analyzing it to control the cost. Analysis എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. Analysis means going through the information. അനലൈസ് ചെയ്യുന്ന എന്താണ്? നമ്മൾ ഇൻഫർമേഷൻ ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോ വാല്യൂ ചെയിൻ ആക്ടിവിറ്റീസ് പഠിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ, വാല്യൂ ചെയിൻ ആക്ടിവിറ്റീസിൽ നിന്നുള്ള ഇൻഫർമേഷൻ അനലൈസ് ചെയ്ത്
എങ്ങനെ വാല്യൂ കൂട്ടാം, ഒരു സ്ഥാപനത്തിന്റെ വാല്യൂ കൂട്ടാം എന്നുള്ളത് നമ്മൾ വാല്യൂ ചെയിൻ അനാലിസിസ് പഠിക്കാൻ പോകും. ഈ 3 കാര്യങ്ങളാണ് പൊസിഷനിങ്, കോസ്റ്റ് ഡ്രൈവർ അനാലിസിസ് ആൻഡ് വാല്യൂ ചെയിൻ അനാലിസിസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഏരിയാസ്. ഇനി ഈ വാല്യൂ ചെയിൻ അനാലിസിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഷോപ്പ് മോഡൽ എന്ന് പറഞ്ഞ പുതിയ മോഡലുണ്ട്. ഈ വാല്യൂ ഷോപ്പ് മോഡൽ വരാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഈ വാല്യൂ ചെയിൻ ഈസ് യൂഷ്വലി ആപ്ലിക്കബിൾ ടു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ. ഒരു സർവീസ് ഓർഗനൈസേഷന് ഈ വാല്യൂ ചെയിൻ അനാലിസിസ് അതേപോലെ അപ്ലൈ ചെയ്യാൻ ഒക്കില്ല എന്നും അതിനകത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്നും അതുകൊണ്ട് സർവീസ് ഓർഗനൈസേഷന് വാല്യൂ ചെയിനേക്കാളും വാല്യൂ ഷോപ്പ് മോഡൽ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് പറയാം. അതൊരു പുതിയ മോഡലാണ്. ഈ വാല്യൂ ഷോപ്പ് മോഡൽ ഈസ് യൂസ് ഫോർ സർവീസ് ഓർഗനൈസേഷൻ. സർവീസ് ഓർഗനൈസേഷനാണ് വാല്യൂ ഷോപ്പ് മെത്തഡ് ഉപയോഗിക്കുന്നത്. വാല്യൂ ചെയിൻ അനാലിസിസ് is used for manufacturing organization. Okay, this is used for manufacturing organization. ഈ ചാപ്റ്ററിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഈ വാല്യൂ ചെയിൻ അനാലിസിസ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കാൻ പോകുന്ന ഏരിയ ഇതാണ്, വാല്യൂ ചെയിൻ അനാലിസിസ്. അപ്പൊ ഈ വാല്യൂ ചെയിൻ മോഡല് നമ്മൾ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് കേസ് സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. അതെങ്ങനെ നമുക്ക് അനലൈസ് ചെയ്ത് വാല്യൂ ചെയിൻ എങ്ങനെ അനലൈസ് ചെയ്തിട്ട് ഓർഗനൈസേഷന്റെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ ഒക്കും, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ കോസ്റ്റിനെ മാനേജ് ചെയ്യുന്ന എങ്ങനെയൊക്കെ ഒക്കും നമ്മൾ നോക്കുകയാണ്. ഇതാണ് കോമ്പോണൻസ് ഓഫ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു വകതിരിവാണ് വാല്യൂ ഷോപ്പ് മോഡൽ. വാല്യൂ ഷോപ്പ് മോഡൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാല്യൂ ഷോപ്പ് മോഡൽ സർവീസ് ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നതാണോ എന്നൊക്കെ നോക്കാം. അവസാനം നമുക്ക് നോക്കാം വാല്യൂ ഷോപ്പ് മോഡലും വാല്യൂ ചെയിൻ അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഇനി ഈ കോമ്പോണൻസ് നോക്കുമ്പോൾ ഈ വാല്യൂ ചെയിൻ അനാലിസിസ് പഠിക്കാൻ വേണ്ടി, കാരണം വാല്യൂ ചെയിനെ ബേസ് ആണ് പിന്നെ വരുന്നത്, വാല്യൂ ചെയിൻ പഠിക്കാൻ വേണ്ടി നമുക്കൊരു ഫ്രെയിം വർക്ക് വേണം. ഫ്രെയിം വർക്ക് എന്ന് ചില പ്രിൻസിപ്പിൾസ് വേണം. ഏത് ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വാല്യൂ ചെയിനെ പഠിക്കുന്നത്? ഒരു ഓർഗനൈസേഷന്റെ വാല്യൂ ചെയിനെ എങ്ങനെ പഠിക്കണം? അപ്പോൾ വാട്ട് ഈസ് എ വാല്യൂ ചെയിൻ എന്ന് ഓർത്തോളാം. വാട്ട് ഡു യു മീൻ ബൈ വാല്യൂ ചെയിൻ? വാല്യൂ ചെയിൻ മീൻസ് ദ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് ഗിവ്സ് വാല്യൂ ടു ആൻ ഓർഗനൈസേഷൻ. അതാണ് വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആക്ടിവിറ്റി, സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. എന്തുകൊണ്ട് ആക്ടിവിറ്റി? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, an organization is divided into activities. For SCM നമ്മളെല്ലാം ആക്ടിവിറ്റീസിന്റെ ബേസിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, നോട്ട് ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ. നിങ്ങൾ ഇത് പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളത് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യണം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻ അല്ല നോക്കുന്നത്, ഫംഗ്ഷന്റെ താഴെ ഇറങ്ങി വന്നിട്ട് ആ ഫംഗ്ഷനകത്ത് പല ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റി ബേസ്ഡ് ആണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് ആക്ടിവിറ്റി ബേസ്ഡ് കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ആക്ടിവിറ്റി നടത്തുമ്പോഴാണ് നമ്മൾ റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്നത്. റിസോഴ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ കോസ്റ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ആക്ടിവിറ്റിയെ മാനേജ് ചെയ്യണം. അപ്പൊ വാല്യൂ ചെയിൻ അനാലിസിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആഡ് വാല്യൂ ടു ദ ഓർഗനൈസേഷൻ. ആ ആക്ടിവിറ്റി പഠിക്കുന്നത് വഴി നമുക്ക് കോസ്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ്. അപ്പം അത് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫ്രെയിം വർക്ക് വേണം. ആ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ചില പ്രിൻസിപ്പിൾസ് ആണ്. അപ്പം അത് പഠിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതിലൊന്ന് ഇൻഡസ്ട്രി സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ നമ്മളൊരു ഓർഗനൈസേഷന്റെ വാല്യൂ ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഈ വാല്യൂ ചെയിനിന് 3 ഭാഗമുണ്ട്. ഇതും ശ്രദ്ധിച്ചോണം. ഈ SCM ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഈ കോൺസെപ്റ്റ് നോട്ടോണം. 3 ഭാഗമുണ്ട്. ഇതിനെ ഇൻഡസ്ട്രിയൽ വാല്യൂ ചെയിൻ എന്ന് പറയും. ഇൻഡസ്ട്രിയൽ വാല്യൂ ചെയിൻ. ഇതിനെ വാല്യൂ ചെയിന്റെ ടോപ്പ് പോർഷൻ എന്നും ഇതിന്റെ ഡൗൺ പോർഷൻ എന്നും പറയും. ഈ ഏരിയ ആണ് നമ്മളുടെ ഓർഗനൈസേഷൻ വിളിക്കും. ഇതിന്റെ മുകളിലുള്ളത് നമ്മുടെ സപ്ലയേഴ്സിന്റെ ആണ്. വാല്യൂ ചെയിന്റെ ഭാഗത്ത് നിന്ന് സപ്ലയേഴ്സിന്റെ ആക്ഷൻ ആണ്. ഇതിന്റെ താഴെയുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. ചിലവർ പറയുന്നത് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം അവരുടെ വാല്യൂ ചെയിൻ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം വാല്യൂ ചെയിൻ എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ ഭാഗത്തിനെ
SCM എന്ന് പറയും, സപ്ലയേഴ്സ് സപ്ലൈ കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയും. ഇതിനെ CRM എന്ന് പറയും, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. സോ ആദ്യത്തെ ഭാഗത്തിന് SCM എന്ന് പറയും, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. താഴത്തേനെ CRM എന്ന് പറയും, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പഠിക്കും. അപ്പൊ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ ആക്ടിവിറ്റി. കാരണം നമ്മുടെ സപ്ലയറിന്റെ ആക്ടിവിറ്റിയുടെ കോസ്റ്റ് നമ്മളാണ് ബെയർ ചെയ്യുന്നത്. നമ്മുടെ കോസ്റ്റും ബെയർ ചെയ്യുന്ന കസ്റ്റമറാണ്. അപ്പോൾ വാല്യൂ ചെയിനിനകത്ത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇസ് എ പാർട്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഇസ് ഓൾസോ എ പാർട്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഈ ഏരിയയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഓർഗനൈസേഷനകത്ത് നിന്നുള്ള ഓർഗനൈസേഷന്റെ ഫംഗ്ഷൻസിനെ ബേസ് ചെയ്തുള്ള വാല്യൂ ചെയിനിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ വാല്യൂ ചെയിൻ പഠിക്കാൻ വേണ്ടി നമുക്ക് ഇൻഡസ്ട്രിയൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻഡസ്ട്രിയൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതാണ് നിങ്ങൾ പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡൽ എന്ന് പറഞ്ഞു. പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡൽ അതിവിടെയാണ് വരുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ആ ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചർ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നമ്മൾ ബിസിനസ് തുടങ്ങണോ വേണ്ടയോ. അപ്പം ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചർ പഠിക്കാതെ നമ്മൾ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുകയാണെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പോവില്ല. അപ്പം നമ്മുടെ ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ, നമ്മൾ സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയെ കുറിച്ച് നല്ലൊരു നോളജ് വേണം. ഇപ്പൊ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ അനാലിസിസ്, ഇപ്പൊ ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചർ നല്ലപോലെ പഠിച്ചിരിക്കണം. ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡൽ. പിന്നീട് കോർ കോമ്പിറ്റൻസി. ഈ കോർ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് പ്രഹ്ലാദ് എന്ന് പറയുന്നു. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പ്രഹ്ലാദിന്റെ കോർ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞ കാര്യങ്ങൾ. കോർ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ ദോസ് കേപ്പബിലിറ്റീസ്. കോമ്പിറ്റൻസി മീൻസ് കേപ്പബിലിറ്റീസ്. ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട കേപ്പബിലിറ്റീസ് എന്താണെന്ന് പഠിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ സെഗ്മെന്റേഷൻ. നമ്മൾ ഏത് മാർക്കറ്റിന്റെ ഏത് സെഗ്മെന്റിലാണ് നമ്മൾ പിച്ച് ചെയ്യാൻ പോകുന്നത്. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് സെഗ്മെന്റ് കാണും, ജോഗ്രഫിക്കൽ സെഗ്മെന്റ് കാണും, അങ്ങനെ കൺസ്യൂമർ സെഗ്മെന്റ്സ് കാണും. ഇപ്പൊ മാർക്കറ്റിനെ പല രീതിയിൽ നമുക്ക് സെഗ്മെന്റ് ചെയ്യാൻ നോക്കും. പ്രോഡക്ട്സിനെ ബേസ് ചെയ്തോ, കസ്റ്റമറിനെ ബേസ് ചെയ്തോ, ജോഗ്രഫിയെ ബേസ് ചെയ്തോ സെഗ്മെന്റ് ചെയ്യാൻ നോക്കും. അപ്പൊ ഏത് സെഗ്മെന്റിൽ നമ്മൾ ഇറങ്ങണം, അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം തീരുമാനം എടുക്കുന്നത്. അപ്പൊ നമ്മുടെ വാല്യൂ ചെയിൻ അറിയുന്നതിന് മുമ്പേ ആദ്യം നമ്മളുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് നമുക്ക് വിവരം വേണം, നമ്മുടെ കോർ കോമ്പിറ്റൻസിയെ കുറിച്ച് നമുക്ക് അറിയണം, നമ്മൾ ഏത് സെഗ്മെന്റിലേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ വാല്യൂ ചെയിൻ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഇത് കാര്യങ്ങൾ. ഇനി നമ്മുടെ വാല്യൂ ചെയിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ദ വാല്യൂ ചെയിൻ അപ്രോച്ച് ഓഫ് അസസിങ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. വാല്യൂ ചെയിൻ പഠിക്കാൻ വേണ്ടി നമ്മുടെ ഇന്റേണൽ കോസ്റ്റിനെ കുറിച്ച് അറിയണം, ഇന്റേണൽ ഡിഫറൻസിയേഷനെ കുറിച്ച് നമ്മൾ അറിയണം. എന്നിട്ട് ഈ വാല്യൂ ചെയിനിലുള്ള ലിങ്കേജസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ലിങ്കുകൾ ഓർത്തിരിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാല്യൂ ചെയിനിനെ കുറിച്ചാണ്. വാല്യൂ ചെയിൻ എന്ന് പറയുന്നത് ആർ എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് ക്രിയേറ്റ് വാല്യൂ. ഇനി വാട്ട് ഈസ് വാല്യൂ? ഈ വാല്യൂ എന്ന് പറയുന്ന വാക്ക് അല്പം കുഴപ്പമുള്ള വേർഡാണ്. എക്കണോമിക്സിൽ നിന്നാണ് ഈ വാല്യൂ എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ വാല്യൂ എന്ന് പറയുന്നത് is the amount which a customer is willing to pay. അതാണ് വാല്യൂ എന്ന് പറയുന്നത്. An amount or amount which a customer is willing to pay. Okay, value is not price. Value price അല്ല. പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ കസ്റ്റമർ വില്ല് ചെയ്യുന്നതിനേക്കാൾ വലിയൊരു എമൗണ്ട് ആവാൻ പാടില്ല. കാരണം if the customer feels that the price is greater than the value, അവൻ ആ സാധനം വാങ്ങിക്കില്ല. ബിക്കോസ് അവൻ മനസ്സിലൊരു വില എടുക്കും. സാധാരണ രീതിയിൽ നമ്മൾ എക്കണോമിക്സിൽ വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടി യൂട്ടിലിറ്റി ഉപയോഗിക്കും.
and a person is അല്ലെങ്കിൽ an item is said to be valuable if it has utility. അതാണ് നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നത്. എക്കണോമിക്സ് പഠിക്കുന്ന വാല്യൂവിന്റെ അർത്ഥം അതാണ്. ഒരു കാര്യത്തിന് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് യൂട്ടിലിറ്റി വേണം. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളിന് അതിന് ഉപയോഗം വേണം. യൂട്ടിലിറ്റി മീൻസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഇസ് നോട്ട് യൂട്ടിലിറ്റി. എക്കണോമിക്സ് നമ്മൾ പഠിക്കും വാല്യൂ ഉള്ള എല്ലാ സാധനങ്ങൾക്കും ചിലപ്പോൾ പ്രൈസ് കാണണമെന്നില്ല. ഉദാഹരണത്തിന് എയർ ഇസ് വെരി വാല്യൂബിൾ ടു അസ്, പക്ഷെ അതിന് പ്രൈസ് ഇല്ല. ഓക്കെ, അപ്പം എയർ വാല്യൂബിൾ ആണ്, പക്ഷെ അതിന് പ്രൈസ് ഇല്ല. അപ്പം വാല്യൂ എന്ന് പറയുന്നത് എമൗണ്ട് എ പേഴ്സൺ ഇസ് വില്ലിംഗ് ടു പേ ഫോർ എ കമോഡിറ്റി. ആ അർത്ഥം നമ്മൾ ഇപ്പൊ എടുത്താൽ മതി. ഇവിടെ കോസ്റ്റിംഗിൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ പലപ്പോഴും ദ വാല്യൂ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പ്രൈസ്. വാല്യൂ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പ്രൈസ്. വാല്യൂ നമ്മൾ സാധാരണ രീതിയിൽ കോസ്റ്റിംഗിൽ എക്സ്പ്രസ് ചെയ്യുന്നത് പ്രൈസിലാണ് എന്ന് മാത്രം ഓർത്താൽ മതി. പക്ഷെ വാല്യൂവും പ്രൈസും ഒന്നായിരിക്കണമെന്നില്ല, അത് ഓർത്തോണം. പക്ഷെ വാല്യൂ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പ്രൈസ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഇതുവരെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ. ഇല്ലല്ലോ. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇനി നമുക്ക് വിൽ ഗെറ്റ് ഇൻടു ദ തിങ്സ്. Traditional cost management involves allocation of costs and overheads to the production and focuses largely on cost control and cost reduction. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ട്രഡീഷണൽ കോസ്റ്റ് മാനേജ്മെന്റ് മെയിൻ ആയിട്ട് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ആണ്. The underlying assumption was that with reduced cost, a firm could earn better profits. It involves comparing actual results with standard expectation and analyzing the difference. This process is also known as variance analysis. A corrective action would be taken to ensure future outcomes are within the budgeted outcomes. But traditional method, we cost reduction or cost control on കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്ട്രാറ്റജിക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് ടോട്ടൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രാറ്റജിക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയോ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ക്വാളിറ്റി കുറയുകയോ അല്ലെങ്കിൽ വേറെ എവിടെയും കോസ്റ്റ് കൂടുകയോ ഒക്കെ ചെയ്യും. അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. Okay. So strategic cost management is the application of cost management technique so that they improve or maintain the strategic position. Improve or maintain the strategic position എന്ന് ഞാൻ പറഞ്ഞ വേർഡ്. അത് ഇംപ്രൂവ് ചെയ്യാൻ പക്ഷെ ഡിക്രീസ് ചെയ്യാൻ പറ്റില്ല. Of a business as well as control cost. അതാണ് SCM. അപ്പോൾ SCM-നകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് how to improve the strategic position or maintain the strategic position and also reduce the cost. ഇപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോണം. കോസ്റ്റ് കൺട്രോൾ ഇവിടെയുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു ഐറ്റം കൺട്രോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ഒരു ഐറ്റം കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിനൊരു പ്ലാൻ വേണം. കാരണം പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഐറ്റം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കൺട്രോളിംഗ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ തന്നെ കൺട്രോളിംഗ് ഈസ് എ പ്രോസസ് വെയർ ബൈ വി എൻഷുർ ദാറ്റ് വി ഗോ ആസ് പെർ ദ പ്ലാൻ. പ്ലാനിന് അനുസൃതമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് തീർച്ചപ്പെടുത്തുന്ന പ്രക്രിയയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കോസ്റ്റിനെ കുറിച്ചൊരു പ്ലാൻ വേണം. കോസ്റ്റിനെ കുറിച്ചുള്ള പ്ലാൻ ആണ് രണ്ട് രീതിയിൽ നമ്മൾ കാണുന്നത്. ഒന്ന് ബഡ്ജറ്റ് ഇസ് എ പ്ലാൻ. എന്തായിരിക്കണം? രണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അപ്പൊ കോസ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ ഇത് രണ്ടും നമുക്ക് അറിയണം. ബഡ്ജറ്റിങ്ങും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും വരും. കാരണം ഇത് പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാൻ ഉണ്ടെങ്കിലേ കൺട്രോൾ ചെയ്യാൻ നിൽക്കത്തുള്ളൂ. അപ്പൊ ഈ പ്ലാനിന് അനുസൃതമായിട്ട് നമ്മൾ പിന്നെ ആക്ച്വൽസ് എടുക്കും. ആക്ച്വൽസ് എടുത്തതിന് ശേഷം ഈ ആക്ച്വൽസ് പ്ലാനിന് അനുസൃതമായിട്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ നോക്കും. അതാണ് നമ്മൾ കൺട്രോളിങ് ചെയ്യുന്നത്. കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം കോസ്റ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ബി പ്ലാൻ. കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുന്നത് ബഡ്ജറ്റ്സും സ്റ്റാൻഡേർഡ് കോസ്റ്റുമാണ്.
ബഡ്ജറ്റ്സും സ്റ്റാൻഡേർഡ് കോസ്റ്റും നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടാണ് നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ എടുക്കും. പിന്നീട് ആക്ച്വൽ പെർഫോമൻസ് ഇതുമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യും, നമ്മൾ നോക്കും, കമ്പയർ ചെയ്യുമ്പോൾ വേരിയൻസ് ഉണ്ടോ നോക്കും. ആ വേരിയൻസുകൾ എങ്ങനെ ഉണ്ടായി എന്നും ആ വേരിയൻസ് എങ്ങനെ കുറയ്ക്കാമെന്നും നമ്മൾ ചെയ്യുന്ന പ്രക്രിയകളെയാണ് കോസ്റ്റ് കൺട്രോളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇതും നമ്മളോട് പറയുന്നത്, ഇത് നമ്മൾ രണ്ടാമത്തെ ഭാഗമാണെന്ന് പറഞ്ഞു. കാരണം പെർഫോമൻസ് ഇവാലുവേഷൻ, കാരണം പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനും ആക്ച്വൽസും തമ്മിലുള്ള വ്യത്യാസത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തിയിട്ട് വേണം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് രണ്ടാം ഭാഗം കോസ്റ്റ് കൺട്രോളിനകത്ത് പെർഫോമൻസ് ഇവാലുവേഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ കോസ്റ്റ് മാനേജ്മെന്റും നമ്മൾ ഡിസിഷൻ മേക്കിംഗും വരാൻ പോകുന്നതാണ്. കാരണം സ്ട്രാറ്റജിക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ഇംപ്രൂവിംഗ് ദ പൊസിഷൻ ഓർ മെയിൻറ്റെയിനിങ് ദ പൊസിഷൻ ആൻഡ് ഓൾസോ ടു കൺട്രോൾ ദ കോസ്റ്റ്. സോ ഇറ്റ് ഇൻവോൾവ്സ് ഇന്റഗ്രേറ്റിംഗ് കോസ്റ്റ് ഇൻഫർമേഷൻ. കാരണം അനാലിസിസ് ആണ്, എന്ത് അനലൈസ് ചെയ്യണമെങ്കിൽ ഇൻഫർമേഷൻ വേണം. ഇൻഫർമേഷൻ വിത്ത് ഡിസിഷൻ മേക്കിംഗ്. അപ്പം സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കണം. കാരണം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വി ഹാവ് ടു എൻഷുർ ദാറ്റ് വി ആർ മെയിൻറ്റെയിനിങ് ദ പൊസിഷൻ to support the overall organization strategy. It is not limited to controlling cost, but using the cost information for management decision making. അപ്പം ഇതിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായി സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്ന 4 ഏരിയകൾ വന്നിട്ടുണ്ട്. സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, പെർഫോമൻസ് ഇവാലുവേഷൻ, കോസ്റ്റ് കൺട്രോൾ. ഇത് 4 കൂടെ ചേർന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞു തന്നു ഇതാണ്. ഇനി the basic aim of strategic cost management is to help the organization to achieve sustainable competitive advantage through product differentiation and cost leadership. ഇനി ഇതും പോർട്ടറിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇനി ഇവിടെ അല്ല, നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ മുഴുവൻ പോർട്ടറിന്റെ കാര്യങ്ങളാണ്. കാരണം പോർട്ടർ ഈസ് ദ ഫാദർ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. പോർട്ടറിന്റെ സ്പെസിഫിക് ആയിട്ട് പോർട്ടറിന്റെ പല തിയറീസും നമ്മളിവിടെ പഠിക്കും. പോർട്ടർ പറയുന്നത് സ്ട്രാറ്റജിക്ക് നമ്മൾ സ്ട്രാറ്റജി, ഒരു ഓർഗനൈസേഷനും പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ആക്ഷൻസ് വിച്ച് ആർ ടേക്കൺ ഓർ വിച്ച് ആർ പ്ലാൻ ടു അറ്റൈൻ അവർ ഗോൾസ്. നമ്മുടെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്ലാൻസിനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പോർട്ടർ പറയുന്നത് സ്ട്രാറ്റജികൾ പലതരത്തിലുണ്ടെങ്കിലും നമുക്ക് 3 ജനറൽ സ്ട്രാറ്റജീസ് ജനറിക് സ്ട്രാറ്റജീസ് എന്ന് പറയാം. 3 ജനറിക് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഓർഗനൈസേഷൻ ഫോളോ ചെയ്യണം. എല്ലാ ഓർഗനൈസേഷനും ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. ജനറിക് സ്ട്രാറ്റജീസ് 3 എണ്ണം ഉണ്ട് പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം. ജനറിക് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പല സ്ട്രാറ്റജീസ് ഉണ്ട്. സ്ട്രാറ്റജി പലതരത്തിലുണ്ടെങ്കിലും നമുക്ക് ജനറൽ ആയിട്ട് സ്ട്രാറ്റജിയെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഓർ ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി. 2, കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. ഇനി ഒരു സ്ട്രാറ്റജി കൂടെ ഉണ്ട്. 3, ഫോക്കസ്ഡ് സ്ട്രാറ്റജി. ഫോക്കസ്ഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഓരോ സ്ട്രാറ്റജി എന്നാ നോക്കാം. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, കോസ്റ്റ് ലീഡർഷിപ്പ്, ഫോക്കസ് സ്ട്രാറ്റജി. ഇങ്ങനെ 3 സ്ട്രാറ്റജി ജനറൽ ആയിട്ട് ഒരു ഓർഗനൈസേഷന് ഫോളോ ചെയ്യാം. എന്തിന്? ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി. അതിൽ എന്താണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ഒരു മാർക്കറ്റില് ഒരു പൊസിഷൻ പിടിക്കുന്നുണ്ട്. അവരൊരു പൊസിഷൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബൈ ഡിഫറൻഷിയേറ്റിംഗ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഫ്രം അതേഴ്സ് പ്രോഡക്ട്സ്. ഇതിനെയാണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ ഒരു മാർക്കറ്റില് അവർ പൊസിഷൻ ചെയ്യുന്നത് അവരുടെ പ്രോഡക്റ്റിനെ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത രീതി. അത് പലതരത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ ടെക്നോളജിയെ ബേസ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പല ബേസിൽ നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും നല്ല എക്സാമ്പിൾ ആപ്പിളിന്റെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. ഒരു ആപ്പിൾ ഫോണിന്റെ വില നമ്മൾ അത്രയും കൂടുതൽ കൊടുക്കാൻ തയ്യാറാവുന്ന വെച്ചാൽ അവരുടെ പുതിയ ടെക്നോളജീസ് ആണ്. അവരുടെ ഓരോ പുതിയ വേർഷനിലും എന്തെങ്കിലും ഒരു പുതിയ ടെക്നോളജി അതിനകത്ത് ഇംപ്ലാന്റ് ചെയ്തിരിക്കും. അപ്പം അത് ടെക്നോളജിയെ ബേസ് ചെയ്തിട്ട്. ഗൂഗിളിന്റെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവരുടെ സെർച്ച് എഞ്ചിനാണ്. അപ്പൊ അവരുടെ സെർച്ച് എഞ്ചിൻ അല്ലെങ്കിൽ ആ സെർച്ച് എഞ്ചിന്റെ ലോജിക്ക് അല്ലെങ്കിൽ അൽഗോരിതം വേറൊരാളിനെ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ ഒക്കത്തില്ല.
A product differentiation strategy means a strategy in order to differentiate your product from that of the others. So product differentiation strategy follow ചെയ്യുന്ന ആളിന് കോസ്റ്റ് കൂടുതലായിരിക്കാം. അവന് കോസ്റ്റ് കൂടുതലായിരിക്കാം. കാരണം അവൻ എന്തെങ്കിലും രീതിയിലായിരിക്കും കൂടുതൽ വാല്യൂ അഡീഷൻ അവിടെ നടത്താൻ നോക്കും. കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ ലോവസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. ഒരു ഇൻഡസ്ട്രിയുടെ ലോവസ്റ്റ് കോസ്റ്റിൽ ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്. ആമസോൺ ഇസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. കാരണം റീറ്റെയിൽ ബിസിനസ്സിലാണല്ലോ ആമസോൺ. എന്തുകൊണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ആൾക്കാർ സാധനം വാങ്ങിക്കുന്നു വെച്ചാൽ വില കുറവാണ് അവിടെ. അപ്പൊ അവരുടെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അവർ നോക്കുന്നത്. വേറൊരു കാര്യമാണ് ഇൻഡിഗോ ഇൻ എയർലൈൻസ്. അവരുടെ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം അവരുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് യു ആർ ട്രൈങ് ടു ഡിഫറൻഷിയേറ്റ് യുവർ പ്രോഡക്റ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സ്. കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് യു ആർ ട്രൈങ് ടു റിഡ്യൂസ് യുവർ കോസ്റ്റ് ആസ് കമ്പയർഡ് ടു യുവർ കോമ്പറ്റീറ്റേഴ്സ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മൾ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് നമ്മൾ ചെയ്തു. ഫോക്കസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനാണ് ഫോക്കസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ ഫുൾ സ്ഥലത്തും പോകുന്നില്ല. ഉദാഹരണത്തിന് ഏറ്റവും വില കൂടിയ സാധനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഉദാഹരണത്തിന് ഓഡി എന്ന് പറയുന്ന കാർ. ഓഡി കാറ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ പ്രീമിയം സെഗ്മെന്റിൽ മാത്രമേ വിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ബെൻസ് ഓട്ടോമൊബൈൽ സെഗ്മെന്റിൽ പ്രീമിയം സെഗ്മെന്റിൽ മാത്രമേ അവർ വിൽക്കുന്നുള്ളൂ. അല്ലാത്ത സെഗ്മെന്റിൽ അവർ വിൽക്കുന്നില്ല. ഇതിനെയാണ് ഫോക്കസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ടോട്ടൽ മാർക്കറ്റിന്റെ ഒരു ചെറിയ സെഗ്മെന്റ് മാത്രം, അല്ലെങ്കിൽ നിഷ് സെഗ്മെന്റ്സ് എന്ന് പറയും, NICHE, നിഷ് സെഗ്മെന്റ്സിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് ഫോക്കസ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 ജനറിക് സ്ട്രാറ്റജീസ് ഉണ്ട്. ഒരു ഓർഗനൈസേഷൻ 3 ജനറിക് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാം. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനോ കോസ്റ്റ് ലീഡർഷിപ്പോ ഫോക്കസോ സ്ട്രാറ്റജീസോ ഫോളോ ചെയ്ത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നോക്കും. ഈ സ്ട്രാറ്റജീസിനെ കുറിച്ച് നമുക്ക് ഇനി നാളത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കിയത് നിങ്ങളുടെ പഴയ സിലബസിലുള്ള ചില കോസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. ഫിക്സ്ഡും വേരിയബിളും ഓവർഹെഡ്സിന്റെ അക്കൗണ്ടിങ്ങും ഓവർഹെഡ് അക്കൗണ്ടിങ്ങിന്റെ ഒരു കുഴപ്പവും നമ്മൾ നോക്കി. പിന്നെ SCM നമ്മൾ വന്നു. SCM നമ്മൾ മെയിനായിട്ടുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഒരു ഓർഗനൈസേഷനെ ആക്ടിവിറ്റീസ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നമുക്ക് റിസോഴ്സ് വേണം. റിസോഴ്സ് എടുക്കുമ്പോഴാണ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത്. അപ്പൊ കോസ്റ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്താൽ മതി. ആക്ടിവിറ്റിയെ കുറിച്ചുള്ള ബോധം വേണം. അപ്പൊ ആക്ടിവിറ്റി നല്ല എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ ബേസിലാണ് നമ്മൾ പഠിച്ച് തുടങ്ങിയത്. എന്നിട്ട് നമ്മൾ സ്ട്രാറ്റജീസിനെ കുറിച്ച് നോക്കി. പോർട്ടന്റെ തിയറി അനുസരിച്ച് 3 ജനറിക് സ്ട്രാറ്റജീസ് ഉണ്ട്. 1 ഫോക്കസ്, 2 ഡിഫറൻറ്റ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, 3 കോസ്റ്റ് ലീഡർഷിപ്പ്. ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. നാളെ 7 മണിക്ക് നമുക്ക് തുടങ്ങാം. ഇന്ന് 7:15 തുടങ്ങിയ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് നാളെ 7 മണിക്ക് നമുക്ക് തുടങ്ങാം. ഇതിന്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇട്ടേക്കാം. ഈ നോട്ട്സ് ഒന്ന് വായിച്ചേക്കുക. ഇന്ന് വരെ കാര്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചിരിക്കുക, ഒന്ന് ഓടിച്ച് വായിച്ചിരിക്കുക. നമുക്ക് അതിന്റെ കാര്യങ്ങൾ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയറി ഇമ്പോർട്ടന്റ് ആണ്. ഈ തിയറി ആൻസർ ചെയ്യുന്ന രീതി നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയതിനു ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, ടുമോറോ വിൽ മീറ്റ് at 7 o'clock. താങ്ക് യു.